Good evening all. വിംബിൾ അക്കാദമി സംഘടിപ്പിക്കുന്ന ഇന്നത്തെ ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷെഫീന, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്. വിംബിൾ അക്കാദമിയിൽ അക്കാദമിക് കൗൺസിലർ ആയിട്ട് വർക്ക് ചെയ്യുന്നു. വിംബിൾ അക്കാദമിയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ സൈക്കോളജി മേഖലയിൽ അറിവും കഴിവും നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് എഡ്യൂക്കേഷൻ, സ്കിൽ ഡെവലപ്മെന്റ്, പ്രൊഫഷണൽ ട്രെയിനിങ് എന്നിവ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി നടത്തുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്ലാറ്റ്ഫോമാണ് വിംബിൾ അക്കാദമി. തൃശ്ശൂരിലെ ചന്ദ്രാപിന്നിയിലാണ് വിംബിൾ അക്കാദമിയുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. സൈക്കോളജി, കൗൺസിലിംഗ്, മെന്റൽ ഹെൽത്ത്, പേഴ്സണൽ ഡെവലപ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ താല്പര്യമുള്ളവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീയിൽ നിരവധി കോഴ്സുകൾ ഓഫ്ലൈനായും ഓൺലൈനായും വിംബിളിൽ കൊടുത്തു വരുന്നുണ്ട്. ഇന്നത്തെ നമ്മുടെ വെബിനാറിന്റെ വിഷയം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ്, പ്ലേ തെറാപ്പി. നമ്മുടെ വീടുകളിലുള്ള കുട്ടികൾ പലതരത്തിലുള്ള കളികൾ കളിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പോൾ ഈ കുട്ടികൾക്ക് അവരുടെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും വാക്കുകളിലൂടെ പ്രകടിപ്പിക്കാനായിട്ട് കഴിയണമെന്നില്ല. എന്നാൽ അവരുടെ വിവിധ തരം കളികളിലൂടെയും അവർ തെരഞ്ഞെടുക്കുന്ന ടോയ്സുകളിലൂടെയും അവർ ആവർത്തിച്ചു കളിക്കുന്ന പ്ലേകളിലൂടെയും അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സും എക്സ്പീരിയൻസും എല്ലാം തുറന്നു കാണിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പ്ലേ തെറാപ്പിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടി എന്തുകൊണ്ട് ഒരു പ്രത്യേക ടോയ് മാത്രം യൂസ് ചെയ്യുന്നു, അതല്ലെങ്കിൽ ഒരു കളി മാത്രം ആവർത്തിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിന്റെ പിന്നിൽ എന്തായിരിക്കും കുട്ടിയുടെ ഈ ഒരു പ്ലേ ബിഹേവിയറിന് പിന്നിൽ? ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് അതുപോലെ തന്നെ ഈ കളിയെ ഒരു തെറാപ്യൂട്ടിക് റെമഡിയേഷനായി എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരം ചോദ്യങ്ങളിലേക്കുള്ള മനോഹരമായ ഒരു യാത്രയാണ് ഇന്നത്തെ വെബിനാർ. ഈ വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുക്കാനായിട്ട് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വർഷ മാമാണ്. വർഷ മാം ഒരു കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ആണ്, റെമഡിയൽ ട്രെയിനർ ആണ്, വിംബിളിലെ ഫാക്കൽറ്റി കൂടിയാണ്. വർഷ മാമിന്റെ അറിവും അനുഭവവും വെച്ച് വളരെ ലളിതമായും പ്രാക്ടിക്കലായും ഈ പ്ലേ തെറാപ്പിയെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കാനായി വർഷ മാമിന് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വർഷ മാമിനെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇതിൽ ജോയിൻ ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളെയും ഞാൻ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വെൽക്കം വർഷ മാം. Thank you, Shefina ma'am. Good evening all. കേൾക്കാമോ? audible ആണോ? കേൾക്കാം. Good evening. Okay. അപ്പോ ഇന്ന് നമ്മളെ വെബിനാറില് പ്ലേ തെറാപ്പിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോണേ. അപ്പൊ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. കാരണം നമുക്ക് പ്ലേ തെറാപ്പിന്റെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ നമ്മളൊരു ഔട്ട്ലൈൻ ആയിരിക്കും ഈ ഒരു ഇതിൽ നമ്മൾ പറയണേ. ഓക്കെ. അപ്പൊ നമ്മൾ പ്ലേ തെറാപ്പി എന്താണ്, പിന്നെ ഒരു ഔട്ട്ലൈൻ, പിന്നെ അതുപോലെ സെപ്പറേഷൻ ആൻസൈറ്റി ഉള്ള ചില കുട്ടികൾ ഉണ്ടാവില്ലേ, അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് പ്ലേ തെറാപ്പി ടെക്നിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ മാം. ഓക്കെ. താങ്ക് യു. ഓക്കെ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ. പ്ലേ തെറാപ്പി
when children cannot tell you, they show you through play എന്നാണ് പറയണേ. എന്ന് വെച്ച് കഴിഞ്ഞാല് മുതിർന്ന ആളുകൾ ഉണ്ടാവില്ലേ, ഇപ്പൊ നമുക്കൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം വരാന്ന് വിചാരിച്ചോ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വന്നാ നമ്മൾ എന്തായിരിക്കും ചെയ്യാ? നമുക്ക് ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിന്റെ അടുത്ത് പോവാ അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്ത് പോവാ, നമുക്ക് ആരാണോ കംഫർട്ട് നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് നമ്മുടെ പ്രശ്നങ്ങൾ പറയും അല്ലെ. എനിക്ക് ഇതുപോലെ എനിക്കൊരു സങ്കടം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചില ആളുകളോട് ദേഷ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ഇങ്ങനെ ഓരോന്ന് നമ്മള് നമ്മുടെ കൂടെ ഉള്ളവരോട് വെർബലി നമ്മളത് പറഞ്ഞ് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെ കുട്ടികളുടെ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാല് എല്ലാ കുട്ടികളും അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സ് എല്ലാം തുറന്ന് പറയണം എന്നില്ല. കുറെയൊക്കെയും അവര് അവരുടെ ചിത്രം വരയ്ക്കുന്നതിലൂടെയും അതുപോലെ കളികളിലൂടെ ആയിരിക്കും പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുക. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ചിലപ്പോ അവർക്ക് അതിന്റെ വാക്കുകൾ കിട്ടാത്തതുകൊണ്ടായിരിക്കാം. അതല്ലാന്നാണെങ്കിൽ ചിലപ്പോ അവർക്ക് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ വഴക്ക് കേക്കോ എന്നുള്ളൊരു ഇത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കാം. അതൊക്കെ കൊണ്ടായിരിക്കാം അവരെന്ത് ചെയ്യാ, പല കുട്ടികളും അവരുടെ ഇഷ്യൂസ് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളൊന്നും മറ്റുള്ളവരോട് പറയാതിരിക്കുക, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ടാവില്ല, അതൊരു പ്രോബ്ലം ആണെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ഈ രീതിയിലായിരിക്കും പോണേ. അപ്പൊ പ്ലേ തെറാപ്പിയിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം കളിക്കാനായിരിക്കുമല്ലോ. അപ്പൊ ഇത് ചിൽഡ്രൻസിന്റെ റിലേറ്റഡ് ആയിട്ടാണ് കേട്ടോ. നമുക്കൊരു 12 ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു 11 ഇയേഴ്സ് വരെയുള്ള കുട്ടികളൊക്കെയാണ് മെയിൻ ആയിട്ട് ഇതിൽ നമ്മൾ ഉൾപ്പെടുത്തുക. പ്ലേ തെറാപ്പിയിൽ മെയിൻ ആയിട്ട് കുഞ്ഞു കുട്ടികളാണ്. അപ്പോ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അവരുടെ ടോയ്സ് ആയിക്കോട്ടെ, അതുപോലെ അതിലെ തീം, ഈ രീതിയിലൊക്കെ ആയിരിക്കുള്ളൂ അവരെന്ത് ചെയ്യുക, അവരുടെ പ്രശ്നങ്ങള് എക്സ്പ്രസ് ചെയ്യുക. നമ്മൾ അത് ഉപയോഗിച്ചായിരിക്കും അവരുടെ പ്രോബ്ലം ഐഡന്റിഫൈ ചെയ്യുന്നതും അതേപോലെ തന്നെ അതിനൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കണ്ടേ. അപ്പൊ അവരൊരു പ്രോബ്ലം പറയുകയാണെങ്കിൽ നമുക്ക് അതിന് സൊല്യൂഷൻ കൊടുക്കണമല്ലോ. ആ സൊല്യൂഷൻ കൊടുക്കുന്നതും ഏത് രീതിയിൽ കൂടെ തന്നെ ആയിരിക്കും, ഈ കളികളിലൂടെ തന്നെ ആയിരിക്കും നമ്മൾ കൊടുക്കുക. അപ്പൊ നമ്മൾ ശരിക്കും ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു പ്ലേ ഉണ്ടല്ലോ അതിനെ ഒബ്സർവ് ചെയ്യുക. ഇതിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് ഒബ്സർവേഷൻ ആണ്. കാരണം അവര് കളിക്കുന്ന സമയത്ത് നമ്മൾ സാധാരണ എന്താ ചെയ്യാ, ഇപ്പൊ വീട്ടിലാണെങ്കിലും ഇപ്പൊ പാരന്റ്സ് ആണെങ്കിലും ഇപ്പൊ കുട്ടികൾ കളിക്കുകയാണെങ്കിൽ അവരവിടെ കളിച്ചോട്ടെ എന്ന് കരുതി ഓക്കെ കുറച്ച് സമയം മിണ്ടാതിരിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മാറി നിൽക്കുകയാണ് സാധാരണ ചെയ്യുക ഇല്ലേ. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ പാരന്റ്സിനോടും പറയും നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. നമ്മളും ഒബ്സർവ് ചെയ്യും, അവരും ഒബ്സർവ് ചെയ്യാനായിട്ട് പറയും. കാരണം അവര് കളിക്കുന്നതിലും മീനിങ്സ് ഉണ്ടാവാം. അപ്പോ ചില കുട്ടികൾ എന്ത് ചെയ്യും, അവര് കണ്ട കാര്യങ്ങൾ അവര് വാച്ച് ചെയ്യുന്ന ഗെയിംസ് അത് റിലേറ്റഡ് കളിക്കും. പക്ഷെ അതിന്റെ ഉള്ളിൽ ഒരു ഡീപ്പർ ആയിട്ടുള്ള മീനിങ് ഉണ്ടാവാം. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ആയിട്ട് അവരെ ഒബ്സർവ് ചെയ്യാന്നുള്ളതാ. അതിപ്പോ കളിക്കുന്നതായാലും അവര് വരയ്ക്കുന്നതാണെങ്കിലും അവർ ചില സമയത്ത് ഇങ്ങനെ പ്രിറ്റൻഡ് ചെയ്തൊക്കെ കാണിക്കില്ലേ, ഞാൻ ടീച്ചറാണ് അല്ലെങ്കിൽ ഞാൻ ഡോക്ടറാണ്, ഞാൻ ഇന്ന പോലത്തെ ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രിറ്റൻഡ് ചെയ്തിട്ട് ഓരോ ഗെയിമൊക്കെ കളിക്കില്ലേ, മൂവ്മെന്റ്, ടോയ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് അവരെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് അവരുടെ പ്രോബ്ലം ഐഡന്റിഫിക്കേഷൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പൊ കുട്ടികള് നമ്മൾ പറഞ്ഞ പോലെ അവര് മെയിൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടായിരിക്കും, ഇതുപോലെ വരയ്ക്കുന്നതിലൂടെയും അതുപോലെ കളിക്കുന്നതിലൂടെയൊക്കെ ആയിരിക്കും അവര് അവരുടെ പ്രോബ്ലംസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഒരു എക്സാമ്പിൾ പറയാം. ഒരു ടീച്ചർ ഒരു പ്രാവശ്യം പറഞ്ഞൊരു കാര്യമാണ്, അവരുടെ സ്കൂളിലുള്ള ഈ PT പീരീഡ് ആകുമ്പോൾ ഈ ടീച്ചറും കൂടി പോവാറുണ്ട്. ഇങ്ങനെ ഓൾറെഡി PT സാർ ഉണ്ടാവും, കൂടി ഈ മിസ്സും കൂടി ഉണ്ടാവും കുട്ടികളെ നോക്കാനായിട്ട്. അപ്പൊ ഈ ടീച്ചർ ഇങ്ങനെ പല പ്രാവശ്യവും PTക്ക് ആ ഒരു ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ടുപോകുമ്പോഴേക്കും അതിലുള്ള കുറച്ച് കുട്ടികളുണ്ട്, അവരൊരു 5 പേരുണ്ട്. ഈ 5 പേര് എപ്പോഴും കളിക്കുന്നത് മിസ് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു, ഇവരെന്തെങ്ങനെ കളിക്കുന്നതെന്നുള്ളത്. അപ്പൊ മിസ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോഴേക്കും ഇവര് കളിക്കുന്നത് എന്താണെന്നും കൂടി ഇങ്ങനെ നോക്കും. അപ്പൊ നോക്കുന്ന സമയത്ത് അവര് കളിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതില് ഒരു അച്ഛനും ഒരു അമ്മയും ഉണ്ടാവും, 2 കുട്ടികളും ഉണ്ടാവും, ഗ്രാൻഡ് പാരന്റും ഉണ്ടാവും. ഈ രീതിയിലാണ് കളിക്കുക. അപ്പോ ഇതിലെങ്ങനെയാന്ന് വെച്ചാൽ ഒരു കുട്ടി ശരിക്കും പറഞ്ഞാൽ അതിലുണ്ടോ ഇല്ലെന്ന് പോലും പറയാൻ പറ്റില്ല. ആ കുട്ടീനെ ഫസ്റ്റ് അവര് കളിച്ചു തുടങ്ങുമ്പോഴേക്കും ഇങ്ങനെ സംസാരിക്കുന്ന പോലെ കാണാം. എന്നിട്ട് ആ കുട്ടീനെ ഗ്രാൻഡ് പാരന്റിന്റെ അടുത്ത്
ആക്കുന്ന പോലെ. എന്നിട്ട് ഇവരെല്ലാരും കൂടി ബീച്ചിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങുന്നു. ഇങ്ങനെയാണ് കളിക്കുക. എല്ലാ പ്രാവശ്യം ഇങ്ങനെ തന്നെ. തിരിച്ചു വന്നു കഴിയുമ്പോഴത്തേക്കും ആ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് ആക്കിയിട്ട് പോയിട്ടുള്ള ആ ഒരു കുട്ടിയില്ലേ, ആ കുട്ടിക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരും. എന്നുവെച്ചാൽ അവരൊരു തീം ഉണ്ടാക്കി അവർ അതിലൂടെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ടീച്ചർ നോക്കുമ്പോ എപ്പോഴൊക്കെയാണ് ഇവരെ കൊണ്ടുപോണേ, അവര് ഈ ഒരു കളി എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കും. 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പൊ അവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ടീച്ചർ ചോദിച്ചു ഒരു ദിവസം, ഇതെന്താ നിങ്ങൾ ഇങ്ങനെ കളിക്കണെന്ന് വെച്ചപ്പോ, ഇതാരെ ഈ കളി പറഞ്ഞു തന്നേന്ന് വെച്ചപ്പോ അതില് അവര് പറഞ്ഞു, ഒരു കുട്ടിയുടെ പേര് പറഞ്ഞു, ഈ കുട്ടിയാണ് ഈ കളി കളിക്കാന്ന് പറഞ്ഞേ എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ടീച്ചർ ഇങ്ങനെ വെറുതെ എന്നോട് സംസാരിക്കുന്ന സമയത്ത്, അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം ഇങ്ങനെ സംസാരിക്കുമ്പോ എന്നോട് ഇങ്ങനെ വിശേഷങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പറയും, ഇതേപോലെ കുറച്ച് കുട്ടികളുണ്ട് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇവർ റിപ്പീറ്റഡ് ആയിട്ട് ആ ഒരു സെയിം തീമല്ലേ ചൂസ് ചെയ്യണേ. അപ്പൊ ഞാൻ ചോദിക്കുമ്പോ ഈ ടീച്ചർ പറഞ്ഞത് ആ ഒരു സെയിം തീമാണ് ഇവരെപ്പോഴും സെലക്ട് ചെയ്യണേ. ഒരു കുട്ടീനെ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് ആക്കുക, ഒരു കുട്ടീനെ കൊണ്ട് പാരന്റ്സ് പോവുക. ഈ രീതിയിലാണ് ട്ടോ അവരെപ്പോഴും കളിച്ചുകൊണ്ടിരിക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു, ആ കുട്ടിയുടെ അടുത്ത് ഒന്ന് ചോദിച്ചു നോക്ക്, എങ്ങനെയാണ് ഇങ്ങനെ ഗെയിം കളിക്കാം, ഇങ്ങനെ ഒരു കളി കളിക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നേ. ആ രീതിയിലൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ അവരങ്ങനെ ആ മിസ് പിന്നീട് ഒരു പ്രാവശ്യം അവർക്കൊരു സബ്സ്റ്റിറ്റ്യൂട്ട് പീരീഡ് കിട്ടിയപ്പോ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ഈ മിസ് ഈ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു. അപ്പൊ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഏത് കുട്ടിയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തേന്നുള്ളത്. അപ്പൊ ആ കുട്ടിയുടെ അടുത്ത് ചോദിച്ചു, മോൻ എന്താ ഈ ഗെയിം തന്നെ എപ്പോഴും സെലക്ട് ചെയ്യണേ, എങ്ങനെ ഈ ഗെയിം കിട്ടിയ, ഏതാണ് ഏറ്റവും ഇഷ്ടം, അതാണ് എല്ലാവരുമായിട്ട് കളിക്കണേ എന്നൊക്കെ കുട്ടികളോട് ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞത്, എന്റെ വീട്ടിൽ ഇങ്ങനെയാ, അപ്പൊ ഞാനത് കളിക്കും. അപ്പൊ ടീച്ചർ ഒന്നും കൂടി വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പൊ ആ കുട്ടി പറയാണ്, ഈ കൊണ്ടുപോകാതെ പോകുന്ന കുട്ടിയില്ലേ, അതാണ് ആക്ച്വലി ഈ ഒരു ഇപ്പൊ നമുക്ക് ആ കുട്ടിയുടെ പേര് മീര എന്നാന്ന് വിചാരിക്കും. അപ്പൊ മീരയുടെ ഫാമിലിയില് മീരേനെ ഗ്രാൻഡ് മദറിന്റെ അടുത്ത് കൊണ്ടേ ആക്കും. മീരയുടെ ഒരു സിസ്റ്റർ ഉണ്ട്, സിസ്റ്ററും പാരന്റ്സും ആയിട്ടാണ് എപ്പോഴും പോവുക. അപ്പൊ മീരനെ എപ്പോഴും വീട്ടിൽ കൊണ്ടുവന്ന് ആക്കുകയാണ് ചെയ്യാം ഈ ഗ്രാൻഡ് മദറിന്റെ അടുത്ത്. അപ്പൊ ആക്ച്വലി ഇപ്പൊ മീര പറയണ എന്റെ വീട്ടിൽ ഇങ്ങനെയാണ്, അപ്പൊ ഞങ്ങൾ അതനുസരിച്ചിട്ട് കളിക്കുകയാണെന്നാണ് പറയണേ. അപ്പൊ ഈ ഇവര് കളിക്കുന്ന കാണുമ്പോഴത്തേക്കും ഈ മീര എന്ന് പറഞ്ഞ കുട്ടി ഉണ്ടല്ലോ കളിക്കുമ്പോ അപ്പൊ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നതൊക്കെ ആയിട്ടാണ് അവര് കളിക്കണം. എന്നിട്ട് സാധനങ്ങൾ ഒരു കൊണ്ടുവരുമ്പോഴത്തേക്കും ഹാപ്പിനെസ്. അപ്പൊ മീര ആ ഗെയിം കളിക്കുമ്പോഴേക്കും അതിൽ പറയുന്നുണ്ട്, നാളെ ഞാൻ വരാം അമ്മാമ്മ എന്നെ ഇവിടെ ആക്കും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു റിപ്പീറ്റേഷൻസ് ഉണ്ട്. അപ്പൊ പിന്നെ ഇവര് പാരന്റ്സിനോട് ഇങ്ങനെ എന്തോ മീറ്റിങ്ങിന് വന്ന് ചോദിച്ചപ്പോഴേക്കും അവരങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം അവര് വണ്ടിയിലാണ്, 2 വീലറിലാണ് പോണേ. അപ്പൊ 4 പേർക്കും കൂടി പോവാൻ പറ്റില്ല. അപ്പൊ ചില ദിവസം 3 പേരും കൂടിയാണ് പോവുക എന്നുള്ള രീതിയിൽ. പക്ഷെ ആ ഒരു പ്ലേ തന്നെ നമ്മള് കെയർഫുള്ളി ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാല് അതിൽ ആക്ച്വലി ആ ഒരു മീര എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വിഷമമുണ്ട്. കാരണം ആ സങ്കടത്തിനെ പ്രോസസ് ചെയ്യുന്ന ഒരു രീതിയാണ് ആക്ച്വലി ആ പ്ലേ എന്ന് പറയുന്നത്. ജസ്റ്റ് ഒരു പ്ലേ കണ്ടതുകൊണ്ടല്ല നമ്മൾ അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കണ്ടായി, അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അങ്ങനെയുള്ള കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതില്. ആ കുട്ടിയെ അനുഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കൊരു അബാൻഡൻ ഫീല് ചില സമയത്ത് വരുന്നുണ്ട്, ആളോട് സ്നേഹമില്ല എന്നുള്ളൊരു ഫീല് ചില സമയത്ത് വരുന്നുണ്ട്. അങ്ങനെയാണ് ആ കുട്ടിക്ക് തോന്നണേ. അപ്പൊ ഇത് ആ കുട്ടി ഒരിക്കലും അച്ഛനോടും അമ്മേനോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് എക്സ്പ്രസ് ചെയ്തത് എങ്ങനെയാ, ആ പ്ലേയിലൂടെയാണത് എക്സ്പ്രസ് ചെയ്തത്. അപ്പൊ ഇതൊരു എക്സാമ്പിൾ ആണ് അവരെങ്ങനെയാണ് ഈ കാര്യം എക്സ്പ്രസ് ചെയ്യുന്നതെന്നുള്ളത്. ക്ലിയർ ആണോ? ക്ലിയർ ആണ് ക്ലിയർ ആണ്. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. ആ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇതും അവരുടെ സ്കൂളിൽ തന്നെ നടന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഒരു PT പീരീഡിന് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ കളിക്കുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിലെ കുട്ടികൾ 2-3 പ്രാവശ്യം അവിടുത്തെ മിസ് നോട്ടീസ് ചെയ്ത കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ഇത് കിട്ടിയല്ലോ, അപ്പൊ ആളിങ്ങനെ ആ മിസ്സാണെങ്കിൽ ഇങ്ങനെ നോട്ടീസ് ചെയ്യാനൊക്കെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്തതാണ്. അപ്പൊ അതിലെങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാല് ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് കളിക്കുന്നതാണ്. ആദ്യത്തെ എക്സസൈസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവർക്കൊരു വലിയ ഗ്രൗണ്ട് ഉണ്ട്, ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പൊ ആ കുട്ടികൾ കളിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഒരു തുമ്പി ഇല്ലേ, തുമ്പി ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു, മറ്റേ വലിയ ഡ്രാഗൺ ഫ്ലൈ, അത് ചത്ത് കിടക്കുന്നുണ്ടായിരുന്നു.
അപ്പൊ ഈ മിസ് നോക്കുമ്പോഴേക്കും അതിൽ ഒരാൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് ഗ്രൂപ്പ് ഓഫ് കുട്ടികളാണ്. അപ്പൊ ഇവരെന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് ആ തുമ്പീനെ കൈവച്ചിട്ട് എടുത്തു ആദ്യം. അതിലുള്ള ഒരാള് കൈവച്ചിട്ട് ആ തുമ്പീനെ എടുത്തു. ഓൾറെഡി ചത്ത് ഇരിക്കുന്ന തുമ്പിയില്ല, അതിനെടുത്തിട്ട് കയ്യിൽ പിടിച്ചേക്കാണ്. കയ്യിൽ പിടിച്ചിട്ട് ബാക്കിയുള്ളവരോടൊക്കെ ലൈൻ നിൽക്കാൻ പറയാം. അപ്പൊ ഈ കുട്ടിയുടെ ബാക്കിലായിട്ട് ഇവരെന്ത് ചെയ്യണം, ലൈൻ നിൽക്കാണ്. പുറകിൽ ഇങ്ങനെ ലൈൻ നിൽക്കുക, ഒരു 5-6 കുട്ടികൾ. അങ്ങനെ അവരെല്ലാരും കൂടി ഇങ്ങനെ നടന്നു പോവാ. അപ്പൊ മിസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇവരിങ്ങനെ കുഞ്ഞു കുട്ടികൾ കളിക്കുന്ന കാണാൻ രസമാണല്ലോ. അപ്പൊ ഇതിങ്ങനെ മിസ് ഇങ്ങനെ വാച്ച് ചെയ്തോണ്ടിരിക്കുക. വാച്ച് ചെയ്യുമ്പോഴേക്കും ആള് കണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ഈ തുമ്പീനെയും പിടിച്ച് നടന്ന് ഇവര് പോയത് ആ ഗ്രൗണ്ടിന്റെ ഒരു കോർണറിലേക്കാണ് പോയത്. ഗ്രൗണ്ടിന്റെ കോർണറിൽ പോയിട്ട് നോക്കുമ്പോ വേറെ കുട്ടിയുടെ അടുത്ത് ആള് പറയാം, അവിടുത്തെ മണ്ണിങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് മണ്ണ് ഡിഗ് ചെയ്യാൻ പറയാണ്. എന്നിട്ട് കയ്യിലൊരു കർച്ചീഫ് ഉണ്ട് ആളുടെ, ഒരു വൈറ്റ് കളറിലെ കർച്ചീഫ് ഉണ്ട്. ആ തുമ്പീനെ എടുത്തിട്ട് ആ കർച്ചീഫിൽ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെച്ചേക്കാം. മടക്കിയിട്ട് ആ കുഴി ഉണ്ടാക്കിയല്ലോ അതിന്റെ ഉള്ളിലേക്ക് വെച്ചു തുമ്പീനെ. എന്നിട്ട് മണ്ണിട്ട് മൂടിയിട്ട് അവിടെ അടുത്തൊരു ചെടി ഉണ്ടായിരുന്നത് അവിടെ നിന്ന് എടുത്ത് പറിച്ചിട്ട് ഇവിടെ കുത്തി വെച്ചേക്കാം. കുത്തി വെച്ചിട്ട് എല്ലാവരോടും പറയാണ്, എല്ലാവരും ഇനി പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ചുറ്റും നിൽക്കാന്ന്. അപ്പൊ ഇത് പ്ലാൻ ചെയ്ത ഒരാളുണ്ട് ആ കൂട്ടത്തില്, ഈ ഗെയിം പ്ലാൻ ചെയ്തേക്കണേ. അപ്പൊ ഈ മിസ്സിങ് ഇത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇത് ഒരു പ്രാവശ്യത്തെ ഗെയിം അല്ല, വേറെ പ്രാവശ്യം പോയപ്പോ ഇപ്പൊ ഉറുമ്പാണെങ്കിൽ ഉറുമ്പിനെയും കൊണ്ടായിരിക്കും, അടുത്തതായിരിക്കും. അപ്പൊ ഈ മിസ്സും ഈ പ്ലേ തെറാപ്പിന്റെ കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചതായിരുന്നു. എൻ്റെ അടുത്ത് ചോദിച്ചു, ക്ലിയർ ചെയ്ത് അങ്ങനെയൊക്കെ പോയതാ. അപ്പൊ അതില് നോക്കുമ്പോഴേക്കും അവിടെ ആക്ച്വലി സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കുട്ടിയില്ലേ, ആ കുട്ടിയുടെ അമ്മൂമ്മ മരിച്ചിട്ട് കുറച്ച് നാളായിട്ടുള്ളൂ. അപ്പൊ അമ്മൂമ്മ മരിച്ചത് ആക്ച്വലി ആ കുട്ടിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പ്ലേ തെറാപ്പിയിലൂടെ നോക്കുമ്പോ. ബാക്കിയുള്ള ഒബ്സർവേഷൻസും കാര്യങ്ങളും കൂടി നോക്കി കഴിയുമ്പോ, ഒറ്റൊരു ഇത് മാത്രല്ല, എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്കതില് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, കാരണം അന്ന് ഉണ്ടായിരുന്ന കാര്യം ആൾ എന്ത് ചെയ്യാണ്, അതേപോലെ തന്നെ അവിടെ ഇമിറ്റേറ്റ് ചെയ്യാണ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഒപ്പം എന്താ സംഭവിച്ചത്, അതേപോലെ എല്ലാരും കരയുക അങ്ങനെ. അപ്പൊ അമ്മൂമ്മേനെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ആ കുട്ടി പറയും, അമ്മൂമ്മേനെ എനിക്ക് ഇടയ്ക്ക് കാണാൻ തോന്നാറുണ്ട്, സങ്കടം വരും എന്നാണ് ആള് പറയാറുള്ളത്. അപ്പൊ അതും ഒരു എക്സാമ്പിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ചില കുട്ടികൾക്ക് അവര് പറയാനൊന്നും അറിയില്ല. അപ്പൊ അവര് കളിക്കുന്നതിൽ മിക്കവാറും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ഇതേപോലത്തെ തീംസ് ആയിരിക്കും അവര് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ ഇതിലൂടെ അവരെന്താ ചെയ്യാ, അവരുടെ ഇമോഷൻസിനെ അവര് എക്സ്പ്രസ് ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും നമുക്ക് ഇതിൽ പോസിബിൾ ആണ്. ഇപ്പൊ ചില സ്കില്ലൊക്കെ ഉണ്ടാവില്ലേ, ആ സ്കിൽ ഡെവലപ്മെന്റ് നമുക്ക് ഇതിലൂടെ ചെയ്യാൻ പറ്റും. ഈവൻ CBT ആയിട്ട് ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്ലേ തെറാപ്പി കൊടുക്കാനായിട്ടും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അവർ അനുഭവിക്കുന്ന ഡിഫിക്കൽട്ടി എന്താണോ ആ ഡിഫിക്കൽട്ടീനെ നമ്മൾ മനസ്സിലാക്കി ഇതിലൂടെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ സാധാരണ കളിക്കുന്നതും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് വെച്ചാൽ, സാധാരണ കളിക്കുമ്പോൾ കുട്ടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമല്ലേ, ഫണ്ണാണ്, ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക, ഒരു റിക്രിയേഷണൽ ആക്ടിവിറ്റി ആണ്, മറ്റുള്ളവരോട് ഇന്ററാക്ട് ചെയ്യാനും ഇതൊക്കെയാണ്. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടോയ്സ് കൊടുത്താലും അത് നമുക്ക് പ്ലേ തെറാപ്പി എന്ന് പറയാൻ പറ്റില്ല, അവര് കളിക്കണം, ഒരു ഓർഡിനറി പ്ലേ ആണെന്നാണ് പറയാ. പക്ഷേ തെറാപ്യൂട്ടിക് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിഫറെന്റാ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു ഗോൾ ഉണ്ടാവും. ഇപ്പൊ ഒരു കുട്ടിയുടെ പ്രോബ്ലം എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾ അതിനൊരു ഗോൾ സെറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ, ആ പ്ലേ തെറാപ്പിയിലൂടെ ആ ഗോൾ സെറ്റ് ചെയ്തേക്കുന്നത് അവിടെ നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് വരണേ. അപ്പൊ അവിടെ ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് വരുന്നുണ്ടല്ലോ. അപ്പൊ നമ്മളും കുട്ടിയും അതേപോലെ തന്നെ ആ ഒരു പ്ലേ തെറാപ്പി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇതെല്ലാം തമ്മിലൊരു കണക്ഷൻ ആണ് ഇവിടെ വരുന്നത്. അപ്പൊ ഇതിനാണെങ്കിൽ നമ്മള് സാധാരണ കുട്ടികൾ ഉപയോഗിക്കുന്ന നമ്മള് ഈ ടൂൾസ് എന്ന് പറയുമ്പോൾ എക്സ്പ്രസീവ് ടോയ്സ് ആണ് അതിൽ ടൂൾസ് ആയിട്ട് പറഞ്ഞത്. പിന്നെ മാസ്ക്, ഡോൾസ്, ബിൽഡിംഗ് ബ്ലോക്സ്, ക്രാഫ്റ്റ് മെറ്റീരിയൽസ്, അങ്ങനത്തെ പല സാധനങ്ങളും ഇതിൽ വരും. എന്ന് വെച്ചാൽ കുട്ടികൾ അവിടെ വന്നു കഴിയുമ്പോഴേക്കും നമ്മളുടെ അടുത്ത് വരുമ്പോ അവർക്ക് ഇങ്ങനെ അവരുടേതായ ഒരു വേൾഡിലേക്ക് വന്നൊരു ഫീൽ ആയിരിക്കണം അവർക്ക് കിട്ടുന്നത്. കുറേ സാധനങ്ങൾ ഇങ്ങനെ ടോയ്സ് ഒക്കെ ഇങ്ങനെ നിരത്തി വെച്ചേക്കാണ്. അപ്പൊ അവർക്ക് ഇതാണ് എന്റെ സ്ഥലം എന്നുള്ളൊരു ഫീലിലേക്ക് അവർക്ക് വരാൻ പറ്റണം. ഓക്കെ, അങ്ങനെ. അപ്പോ തെറാപ്യൂട്ടിക് പ്ലേയുടെ ഡിഫറൻസ് അതാണ്. നമുക്ക് അവിടെ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ആ രീതിയിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്.
അപ്പോ പ്ലേ തെറാപ്പി എന്തുകൊണ്ടാണ് യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നാച്ചുറൽ എക്സ്പ്രഷൻ അത് ഹെൽപ്പ് ചെയ്യും. കാരണം നമുക്ക് അവിടെ കുട്ടിയുടെ അടുത്ത് ഇന്ന പോലെ ചെയ്യണം, ഇപ്പൊ എഴുതിപ്പിക്കുക, അങ്ങനെ നമ്മളൊന്നിലും ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അത് അവർക്ക് നാച്ചുറലി വരുന്ന ഒരു കാര്യമല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തന്നെ അവർക്ക് ഇമോഷണലി എക്സ്പ്രസ് ചെയ്യാനും കുട്ടികൾക്ക് അതൊക്കെ ഒരു ഫണ്ണാണല്ലോ. ഇവൻ അസസ്മെന്റ് വരെ നമ്മൾ കളിയിലൂടെയാണ് ചെയ്യണേ. അതുപോലെ ഇന്റർവെൻഷനും കളിയിലൂടെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ഫണ്ണാണ്, കുറച്ചും കൂടി സേഫ് സ്പേസ് ആണ്. പ്രോബ്ലം സോൾവ് ചെയ്യാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇതിലൂടെ നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ഒരു കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോസിബിൾ ആണ്. അതുപോലെ തന്നെ അവർക്ക് അവരുടേതായ ഒരു രീതിയിൽ നിന്നുകൊണ്ട് കൺട്രോളിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്ലേ തെറാപ്പി എന്ന് പറയണത്. അപ്പൊ ഇവിടെ നമ്മൾ അവരെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ആദ്യമേ നമ്മൾ പറഞ്ഞ പോലെ കുട്ടികളെ ശരിക്കും നമ്മളിവിടെ ഒബ്സർവ് ചെയ്യും. ഒബ്സർവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവര് പറയുന്ന കാര്യങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കി നിൽക്കുക മാത്രല്ല, അവരുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ലേ കളി ചെയ്യുമ്പോ, അതുവരെ നമ്മൾ അതിനെ മനസ്സിലാക്കുക. അവരുടെ കമ്മ്യൂണിക്കേഷൻ നമ്മളായിട്ട് നല്ലപോലെ ഒരു റാപ്പോ അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യണം. എന്നാൽ മാത്രമേ കുട്ടികൾ നമ്മളോട് കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറയുള്ളൂ. അപ്പൊ നമ്മൾ അതിനുള്ള ഒരു സ്പേസ് കൊടുക്കുക, പ്രോഗ്രസ് നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഈ രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്ലേ തെറാപ്പിനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോവാം. അപ്പോ ഇമോഷണൽ ഇഷ്യൂസ് ഒക്കെ ആണെങ്കിലും അതൊക്കെ ഹീൽ ചെയ്യാൻ കുറച്ചും കൂടി ഇത് എളുപ്പമാണ്. നമ്മൾ മറ്റ് തെറാപ്പീസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതില് ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്ലേന്റെ ടൈപ്സ് നോക്കുകയാണെങ്കിൽ എക്സ്പ്ലോറേറ്ററി പ്ലേ എന്നുള്ളതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഓരോ കാര്യങ്ങളും എക്സ്പ്ലോർ ചെയ്യുക. ഇപ്പൊ പുതിയ സാധനങ്ങളൊക്കെ കൊടുക്കില്ലേ, അപ്പൊ കുട്ടികൾ അത് എങ്ങനെയുണ്ട്, അതെങ്ങനെ ഉപയോഗിക്കണേ, അത് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതുപോലെ ഇൻസ്പെക്ട് ചെയ്യുക, അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതിൽ വരുന്നുണ്ടല്ലോ. അപ്പൊ അവിടെയും ഈ പ്ലേ തെറാപ്പിയിൽ വരുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നോക്കുക, ആ കുട്ടി ഓരോ പുതിയ ടോയ്സ് കിട്ടുമ്പോൾ അത് തുറക്കുക, അടക്കുക, അതെങ്ങനെ യൂസ് ചെയ്യണേ എന്നുള്ളത് മാത്രമല്ല, ആ കുട്ടി എത്രത്തോളം പുതിയൊരു എൻവയൺമെന്റ് ആയിട്ട് എങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്നു, എങ്ങനെയാണ് ഒരു പുതിയ എൻവയൺമെന്റ് അല്ലെങ്കിൽ ഒരു പുതിയ കാര്യം കിട്ടുമ്പോൾ എങ്ങനെയാണ് അതിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നേ, എങ്ങനെയാണ് ഇത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ എക്സ്പ്ലോറേറ്ററി പ്ലേയിലാണ് കൂടുതലായിട്ട് വരാം. അപ്പൊ ഇതിന് ഓരോ രീതി ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇന്ന ഇഷ്യൂ ആണെങ്കിൽ ഇന്ന പ്ലേ യൂസ് ചെയ്യുക, അങ്ങനെയുണ്ട്. പിന്നെ ഫങ്ഷണൽ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളൊരു ടോയ് കൊടുക്കൂലേ, ഇപ്പൊ നമ്മള് ഒരു കുട്ടീന്റെ കയ്യിൽ ഒരു പാവ കൊടുത്തെന്ന് വിചാരിച്ചോ. അപ്പൊ പാവേനെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ആ ഒരു ആ കുട്ടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാവയ്ക്ക് ഫുഡ് വാരി കൊടുക്കുക, അല്ലെങ്കിൽ ആ രീതിയിലാണ് കൊടുക്കുന്നതെന്ന് വിചാരിച്ചോ. അപ്പോ അതിലുള്ള കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണയായിട്ടാണ് ആ കുട്ടി അതിന് ഉപയോഗിച്ചത്. പക്ഷെ ചില കുട്ടികളുണ്ട്, ചില ആങ്കർ ഇഷ്യൂസ് ഒക്കെ ഹൈ ആയിട്ടുള്ള കുട്ടികൾക്കാണ് ആ പാവ കൊടുക്കുന്നതെങ്കിൽ ആ കുട്ടി തന്നെ സെലക്ട് ചെയ്തെന്ന് വിചാരിച്ചോ. രണ്ട് രീതിയിലായിരിക്കും അവർ ചിലപ്പോൾ യൂസ് ചെയ്യുക. ഒരു കുട്ടി വളരെ സ്നേഹത്തോടു കൂടി അതിനെന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ രീതിയിൽ ചെയ്യുമ്പോ മറ്റു കുട്ടി ചിലപ്പോ അതിനെ അടിക്കുക, ഇടിക്കുക, അല്ലെങ്കിൽ അതിനെ തല എടുത്ത് മാറ്റുക, കൈ എടുത്ത് മാറ്റുക, ഈ രീതിയിലൊക്കെ ആയിരിക്കും ചെയ്യണേ. ഈവൻ അതിന് പോലും നമ്മള് ഓരോന്നിനും ഓരോ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട്, അത് നമ്മൾ ചെയ്തെടുക്കും. പിന്നെ പ്രിറ്റൻഡ് പ്ലേ ആണ്. പ്രിറ്റൻഡ് പ്ലേ എന്ന് പറയുമ്പോഴേക്കും അവരൊരു ഇമാജിനറി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ഒരു ഹോസ്പിറ്റലാണ്, ഡോക്ടറാണ്, ടീച്ചറാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രിറ്റൻഡ് ചെയ്തിട്ടായിരിക്കും അവര് ചെയ്യണേ. പിന്നെ സിംബോളിക് പ്ലേ, നമ്മളിപ്പോ ഇപ്പൊ ഫോണ് എടുത്തിട്ട് ഇത് ഇഞ്ചക്ഷൻ ആണെന്നോ, അല്ലെങ്കിൽ ഒരു ബുക്ക് എടുത്തിട്ട് ഇത് ലാപ്ടോപ്പ് ആണെന്നോ അങ്ങനെയൊക്കെ പറയില്ലേ, ഒന്ന് മറ്റൊന്നിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കുക. അതാണ് സിംബോളിക് പ്ലേയിൽ വരുന്നത്. ജസ്റ്റ് നമ്മൾ ടൈപ്സ് ഓഫ് പ്ലേന്റെ ഔട്ട്ലൈൻ പറഞ്ഞു പോവാണേ. പിന്നെ റോൾ പ്ലേ ഓരോ റോൾസ് വഴി എടുക്കുക. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ പെർസ്പെക്റ്റീവ്. ഇപ്പൊ ടീച്ചറും കുട്ടിയും കളിക്കുകയാണെങ്കിൽ ആ ടീച്ചറായിട്ട് ആ കുട്ടി പ്രിറ്റൻഡ് ചെയ്ത് കളിക്കുമ്പോൾ, ആ റോൾ എടുത്തിട്ട് കളിക്കുമ്പോൾ അതെന്തൊക്കെ വാക്കുകളാണ് സംസാരിക്കുന്നത്, എങ്ങനെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അതൊരു ഫാദർ റോളാണ് എടുത്തെങ്കിൽ അതെങ്ങനെയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് ഈ കുട്ടികൾ എങ്ങനെയാണ് ഇത് ഒബ്സർവ് ചെയ്ത് വെച്ചിരിക്കണേ, എന്താണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ ഇമാജിനേറ്റീവ് പ്ലേ ആയിരിക്കും. അവര് തന്നെ ഒരു ഇമാജിനറി വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മളോട് ഇങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേയിരിക്കും. രാജ്യമാണ്
സ്റ്റോറീസും ഒരു ഇമാജിനേറ്റീവ് കൈൻഡ് ഓഫ് പ്ലേ ആയിരിക്കും അതിലുണ്ടാവണേ. അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതായിരിക്കും ക്രിയേറ്റീവ് പ്ലേയിൽ വരണേ. ക്ലിയർ ആവുന്നുണ്ടോ? യെസ് മാം. ഓക്കെ. നമ്മളായിട്ട് തന്നെ കുട്ടി കോപ്പറേറ്റ് ആയിട്ട് കളിക്കില്ല. ഞാൻ പറയുന്ന ഒരു പേരെന്ന് വെച്ചാൽ നമ്മളോട് ഷെയർ ചെയ്യാനും ടേൺ ടേക്കിങ് ചെയ്യാനും അതുപോലെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ആ രീതിയിലൊക്കെ ഉള്ളതാണ് ഈ കോപ്പറേറ്റീവ് പ്ലേ. അവിടെയാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണേ. ഒറ്റൊരു പ്രാവശ്യം ഒരു കുട്ടി ഒരു കാര്യം കളിച്ചിട്ട് വിടുകയാണെങ്കിൽ മാം ഇടയ്ക്ക് സൗണ്ട് കട്ട് ആവുന്നുണ്ടേ. ഇടക്ക് ബ്രേക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഈ ടൈപ്സ് ഓഫ് പ്ലേ പലരും ക്ലിയർ ആയിട്ടില്ല. എന്റെ കാര്യമാണോന്ന് അറിയില്ല കേട്ടോ. ഓക്കെ. പറഞ്ഞിട്ട് ഹലോ മാം, ഇമാജിനേറ്റീവ് പ്ലേ തൊട്ടിട്ടും ഒക്കെ ബ്രേക്ക് ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് പോകുന്നുണ്ട് മാം. മാമിന്റെ വോയിസ് കേൾക്കുന്നില്ലല്ലോ. ഇപ്പോഴും കേൾക്കുന്നില്ല? അപ്പൊ ഹലോ. കേൾക്കാനുണ്ട്. ഓക്കെ. ഓക്കെ, അപ്പൊ ഞാൻ ഇമാജിനേറ്റീവ് പ്ലേ തുടങ്ങിയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അവിടെ തുടങ്ങിയല്ലേ കേൾക്കാത്തെ? അതെ അതെ. ഓക്കെ. ഈ ഇമാജിനേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞാലേ അവരുടേതായ തന്നെ ഒരു ലോകം പറയും. ഒരു എക്സാമ്പിളും കൂടി പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞില്ല, ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ചില കുട്ടികളെ ഇങ്ങനെ പറയും, ഞാൻ കളിക്കാൻ പോകുന്ന സ്ഥലത്ത് അവിടെ അച്ഛനും അമ്മ ഒന്നും ഉണ്ടാവില്ല, എന്റെ ചേച്ചി എപ്പോഴും എന്റെ കൂടെ ഉണ്ടാവും, പക്ഷെ അച്ഛനും അമ്മ ഇല്ല അവിടെ. എന്നിട്ട് ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കും കണ്ട, എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ ഒരു കിണർ ഉണ്ടാവും, ഞങ്ങൾക്ക് കുറെ ചോക്ലേറ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടേ ഇരിക്കായിരിക്കും. അപ്പൊ അതില് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അത് അവര് ഇമാജിൻ ചെയ്ത് അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കളിക്കുകയാണല്ലോ. അപ്പൊ ആ സമയത്ത് അവർ ആരെ അവോയ്ഡ് ചെയ്തു? അവിടെ പാരന്റ്സിനെ അവര് പറഞ്ഞിട്ടില്ല അല്ലെ, ചേച്ചീനെ മാത്രമാണ് അവര് പറഞ്ഞത്. അപ്പൊ എന്തുകൊണ്ട് അവര് പാരന്റ്സിനെ പറഞ്ഞില്ല എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ ഒബ്സർവ് ചെയ്ത് അതിൽ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ നിൽക്കുക. അപ്പൊ അങ്ങനെയുള്ള പ്ലേ അവര് കളിക്കും. മനസ്സിലായോ ഇമാജിനേറ്റീവ് പ്ലേ എന്താന്ന്? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ. പിന്നെ ക്രിയേറ്റീവ് പ്ലേ ഉണ്ട്. ക്രിയേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ക്രാഫ്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഓരോ സാധനം അവർ ചൂസ് ചെയ്യുമല്ലോ. ഇപ്പൊ നമ്മള് ക്രാഫ്റ്റ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ കാണിച്ചു കൊടുക്കാന്ന് വിചാരിച്ചോ. അത് കാണിച്ചു കൊടുക്കുമ്പോ ഈ കുട്ടികൾ സെലക്ട് ചെയ്യില്ലേ, ഞാൻ ഇത് ഉണ്ടാക്കാം, ഞാൻ തോക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ കാർ ഉണ്ടാക്കാം, അങ്ങനെ പറഞ്ഞ് സെലക്ട് ചെയ്യുമല്ലോ. അപ്പൊ അതിലും നമുക്ക് പ്ലേ തെറാപ്പിയിൽ വേറെ മീനിങ്സ് വരുന്നുണ്ട്. അപ്പൊ ആ ക്രിയേറ്റീവ് പ്ലേ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത് അവർ എന്തായിരിക്കും ചൂസ് ചെയ്യുക, അവരവരുടെ ക്രിയേറ്റിവിറ്റിയിൽ എന്ത് പുതിയ ഐഡിയ ആണ് അവിടെ കൊണ്ടുവരണേന്നുള്ളതായിരിക്കും. പിന്നെ കോപ്പറേറ്റീവ് പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് എത്രത്തോളം സഹകരണത്തോടെ ഷെയർ ചെയ്യുന്നുണ്ട്, ടേൺസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളാണ് കോപ്പറേറ്റീവ് പ്ലേയിൽ വരുന്നത്. പിന്നെ ലാസ്റ്റ് വണ്ണാണ് റെപ്പിറ്റേറ്റീവ് പ്ലേ. ഇതാണ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. കാരണം ഈ റെപ്പിറ്റേറ്റീവ് പ്ലേയിൽ തന്നെ ഈ പറഞ്ഞ എല്ലാം വരും. കാരണം ഒരു പ്ലേ എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും, ഇമാജിനേറ്റീവ് ആയിട്ടുള്ളത് ഉണ്ടാവും, റോൾ പ്ലേ ഉണ്ടാവും, എല്ലാം കൂടി മിക്സ് ആയിരിക്കുമല്ലോ എപ്പോഴും കളികൾ നമ്മൾ കാണുമ്പോൾ. അപ്പോൾ ഈ റെപ്പിറ്റേറ്റീവ് പ്ലേയിൽ എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ആ ഒരു അമ്മൂമ്മ മരണപ്പെട്ട ഒരു കാര്യം പറഞ്ഞില്ലേ, അതിൽ ആ കുട്ടി എന്താ ചെയ്തേ, സെയിം ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് കളിച്ചുകൊണ്ടാണ് ഇരുന്നേച്ച അല്ലെ. അപ്പൊ അതേപോലെ ഇവരെന്തെങ്കിലും റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. ഇനി വേറൊരു കേസ്, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി, ആ കുട്ടി എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് ഇടക്കിടക്ക് ഇങ്ങനെ പ്രേതം വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. പ്രേതം വരുന്നു ഓടിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് കളിക്കുക. അപ്പൊ ചെറിയൊരാളാ, 2ാം ക്ലാസ്സിൽ പഠിക്കുന്നുള്ളൂ. അപ്പൊ ആ കുട്ടി വന്നത് ലേണിംഗ് ഇഷ്യൂ ആയിട്ടാണ് വന്നേ. അപ്പൊ അതിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, അതെ
ഒരാള് വരും. അപ്പൊ ഞാൻ ചോദിച്ചു ആരാ വരണേ എന്ന് വെച്ചപ്പോ ഒരാളിങ്ങനെ നമ്മൾ അന്വേഷിച്ച് വരും. അപ്പൊ ഞാൻ ചോദിച്ചു അതെങ്ങനെയാ വരിക, ഒന്ന് കാണിച്ചു തന്നേന്ന് പറഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ടോയ് വെച്ചിട്ട് ആളിങ്ങനെ കാണിച്ചു തരാണ്. ഒരാളിങ്ങനെ വരുന്നതായിട്ട് ഇങ്ങനെ കാണിക്കാണ് ചെയ്യണത്. അപ്പൊ അതിൽ ആ കുട്ടി പറയുന്നുണ്ട്, ഈ പാരന്റ്സ് ഓൾറെഡി പറഞ്ഞിരുന്നു ഈ കുട്ടിക്ക് ബാത്റൂമില് ഒറ്റയ്ക്ക് പോവാനൊക്കെ പേടിയാണ് എന്നുള്ളത്. എല്ലാരും പോണമെന്ന്, എന്നാലേ ബാത്റൂമിൽ പോവുള്ളൂ, ഒരുമിച്ച് ചെല്ലണം. അപ്പൊ അതിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴേക്കും ഈ ഗെയിമിലൂടെ തന്നെയാണ് ട്ടോ. അല്ലാണ്ട് ചോദിച്ച ആള് ഒന്നും പറയില്ല. ആള് ഭയങ്കര ധൈര്യശാലിയാണെന്നാണ് ആള് സ്വയമേ ആളെ തന്നെ പറ്റി പറയാറ്. അപ്പൊ അത് വീണ്ടും ആള് സംസാരിച്ച് വന്നപ്പോഴേക്കും വന്നൊരു രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില്, ആ കുട്ടീനെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട്. ഈ അമ്മൂമ്മ ഇടക്കിടക്ക് കുട്ടീനെ പേടിപ്പിക്കും. പ്രേതം വരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളിങ്ങനെ പേടിപ്പിക്കുമായിരുന്നു. അപ്പൊ പാരന്റ്സ് ഇതങ്ങനെ നോട്ടീസ് ചെയ്തിട്ടില്ല. അവര് രണ്ടുപേരും ജോലിക്ക് പോകും. വൈകുന്നേരമാണ് കുട്ടീന്റെ അടുത്ത് വരിക. അപ്പൊ കുട്ടീനെ ഈ അമ്മൂമ്മയാണ് ഫുൾ ടൈം നോക്കണം. അപ്പൊ അമ്മൂമ്മ ഇടക്കിടക്ക് അടങ്ങിയിരിക്കാനൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ആദ്യമൊക്കെ ഈ കുട്ടി ബാത്റൂമിൽ പോകാൻ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീടാണ് ആള് ബാത്റൂമിൽ പോവാനൊക്കെ മടി കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതായിരുന്നു റീസൺ. അപ്പൊ അത് പ്ലേയിലൂടെ കാണിച്ചപ്പോഴേക്കാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അത് കുട്ടിക്ക് സ്ട്രെയിറ്റ് പറയാം. അപ്പൊ നമുക്ക് അപ്പൊ തന്നെ ക്ലിയർ ആവും. പക്ഷെ ഇത് ആ കുട്ടി അങ്ങനെ പറയുന്നുണ്ടായിരുന്നില്ല. അപ്പൊ അത് കാണിച്ചു തന്നത് എങ്ങനെയാ, ഇതിലൂടെ ഇതേപോലത്തെ ആ ഒരു പ്ലേയിലൂടെയാണ് നമുക്ക് അത് കിട്ടിയത്. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ ഇത് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ആള് പ്രേതം വരുന്നു എന്നുള്ള രീതിയിൽ സെയിം ആ കുട്ടി തന്നെ വരയ്ക്കാൻ പറഞ്ഞപ്പോഴും ആള് വരയ്ക്കുമ്പോ ഇതേപോലെയൊക്കെ വരച്ചു വെക്കും. അപ്പൊ നമ്മൾ ആർട്ട് തെറാപ്പിയിൽ നോക്കിയപ്പോഴും പ്ലേ തെറാപ്പിയിൽ നോക്കിയപ്പോഴും ഏകദേശം സെയിം ഒരു മീനിങ് തന്നെയാണ് കിട്ടിയത്. എന്നിട്ട് നമ്മൾ പാരന്റ്സിനോട് അതിനെക്കുറിച്ച് ചോദിച്ചു, മനസ്സിലാക്കി, അമ്മമ്മേനോട് ചോദിച്ചു. അങ്ങനെയാണ് നമുക്കത് ക്ലിയർ ആയത്. അപ്പൊ ജസ്റ്റ് പ്ലേ കണ്ടതുകൊണ്ട് നമ്മൾ കൺക്ലൂഷനിൽ എത്തില്ല. അതിലും വേറെ കുറച്ച് പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ചോദിക്കുന്നതും റെക്കോർഡ് ചെയ്യുന്നതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. എന്നിട്ടാണ് നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുള്ളൂ. എന്നിട്ട് അതിന് വേണ്ട ഇന്റർവെൻഷൻസ് കൊടുക്കാം. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ മാം. മാം, ഓക്കെ. എന്തോ നേരത്തെ ടൈപ്സ് ഓഫ് പ്ലേ ഇല്ലേ, അതിൽ ഫസ്റ്റ് 4 ഇല്ലേ, വോയിസ് ബ്രേക്ക് ആയിരുന്നു. അതിനൊരു എക്സാമ്പിൾ വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് 1 സെന്റൻസിൽ പറയാമോ? ടൈപ്സ് ഓഫ് പ്ലേ അല്ലേ? ഈ എക്സ്പ്ലോറേറ്ററി ഞാൻ പറഞ്ഞുതരാം. എക്സ്പ്ലോറേറ്ററി പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ കയ്യിൽ പുതിയ സാധനം കൊടുക്കില്ലേ. ഇപ്പൊ ഞാനൊരു പുതിയൊരു വലിയൊരു പാവേനെ കൊടുത്തെന്ന് വിചാരിച്ചു, വലിയ ടെഡി ബെയർ. അപ്പൊ ആ ടെഡി ബെയറിന് ആ കുട്ടി എങ്ങനെയാണ് നോക്കുന്നത്? ഇപ്പൊ ആ ടെഡി ബെയറിൽ ഒരു സിബ് ഉണ്ടാവില്ലേ, കോട്ടനൊക്കെ നിറച്ച് വെച്ചിട്ട്, അതെങ്ങനെയാണ് ആ കുട്ടി എക്സ്പ്ലോർ ചെയ്യുന്നത്? ഇങ്ങനത്തെ കാര്യങ്ങളാണ് എക്സ്പ്ലോറേറ്ററി പ്ലേയിൽ വരുന്നത്. അപ്പൊ അതിൽ നമ്മൾ മെയിൻ ആയിട്ട് നോട്ടീസ് ചെയ്യുക കുട്ടി എത്രത്തോളം ന്യൂ എൻവയൺമെന്റിനോട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുക. ക്ലിയർ ആണോ? മാം, ഒറ്റ സെന്റൻസ് മതി, കാരണം അത് വോയിസ് ഇത് ബ്രേക്ക് ആയതുകൊണ്ട് കേട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. ആദ്യത്തെ 4 ഉള്ളൂ, ഞാൻ പറഞ്ഞുതരാം. ഫങ്ഷണൽ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാർ ഓടിക്കാനാണല്ലോ. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ കാർ കൊടുക്കുമ്പോൾ അത് ഓടിക്കുക തന്നെയാണോ ചെയ്യണേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ ചെയ്യുന്നത്? അപ്പൊ ഓരോ ടോയ്ക്കും ഓരോ ഫംഗ്ഷൻ ഉണ്ടാവും. അത് കറക്റ്റ് ആണോ അല്ലേ എന്നുള്ളതാണ് അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. പിന്നെ പ്രിറ്റൻഡ് പ്ലേ ആണെങ്കിൽ അവർ ഓരോ ആളായിട്ട് അഭിനയിക്കും. ഡോക്ടറായിട്ട് അഭിനയിക്കും, ടീച്ചറായിട്ട് അഭിനയിക്കും, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലും കണ്ട കാര്യം അതേപോലെ അഭിനയിച്ച് കാണിക്കുക. അതാണ് പ്രിറ്റൻഡ് പ്ലേയിൽ വരാ. സിംബോളിക് പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ നേരത്തെ ആ കേസിൽ ആ ഒരു അമ്മൂമ്മ മരിച്ച സംഭവം പറഞ്ഞില്ലേ, ആ തുമ്പീനെ അവര് കുഴിച്ചിടാന്നുള്ളത്, അതേപോലെ ഒന്ന് മറ്റൊന്നിനെ റെപ്രസെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗെയിം കളിക്കുക. അതാണ് സിംബോളിക് പ്ലേയിൽ വരുന്നത്. എന്താ പറഞ്ഞ കേട്ടില്ല. താങ്ക്സ് പറഞ്ഞതാണ് മാം. ഓക്കെ. ഇനി നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുമല്ലോ. ഇവരെ ഒബ്സർവ് ചെയ്യുമ്പോഴേക്കും നമ്മൾ പല കാര്യങ്ങളും നോക്കും. ഇവര് സെലക്ട് ചെയ്യുന്ന ടോയ്സ് എന്താണ്, എന്ത് തീമാണ് ഇവര് സെലക്ട് ചെയ്യണേ, റിപ്പിറ്റീഷൻ, അതിന്റെ ഒരു സീക്വൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും. ചില കുട്ടികൾ അവരുടെ കയ്യിൽ എന്ത് കിട്ടിയാലും അവര് മറ്റുള്ളവർ ഇടിക്കുന്നതായിട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ചിലത് ഈ കാർട്ടൂണും വീഡിയോസും ഒക്കെ അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും. എന്നാലും നമ്മൾ ഇതൊക്കെ ചെക്ക് ചെയ്യണം. കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും പോയിന്റിലായിരിക്കും നമുക്ക് അതിന്റെ ഒരു
ഫുള്ളി ഉള്ള ഒരു ആൻസർ കിട്ടുക. അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് എന്താണ്, ഇമോഷൻസ് എന്താണ്, ക്യാരക്ടേഴ്സ് എന്താണ്, ഇന്ററാക്ഷൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഒരു പ്ലേ തെറാപ്പി സെഷനിൽ നമ്മൾ ഒബ്സർവ് ചെയ്യും. ആ കുട്ടി എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ. ഈ ടോയ്സ് തന്നെ ഇപ്പൊ 2 ടോയ് കൊടുത്തെങ്കിൽ ഈ 2 ടോയ് അവർ പിടിക്കുന്നൊക്കെ ഒരു രീതി ഉണ്ടാവില്ലേ. ചില കുട്ടികൾ വളരെ പതുക്കെ പിടിക്കും, ചിലര് ഭയങ്കര മുറുക്കെ പിടിച്ചിട്ട് അതിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം എന്നുള്ളൊരു, കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുക, ആ രീതിയിൽ പിടിക്കുക. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അവിടെ ഒബ്സർവ് ചെയ്യും. അപ്പൊ പല കാര്യങ്ങളും അവിടെ ഒബ്സർവേഷന്റെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയുന്ന കാര്യമാണ് നമ്മൾ ഉടനെ ഇന്റർപ്രറ്റ് ചെയ്തിരുന്നത്. കാരണം ഒറ്റൊരു ഗെയിം നമ്മൾ കണ്ടിട്ട് ഇന്റർപ്രിട്ടേഷൻ നമുക്ക് പോകാൻ പറ്റില്ല. ഒരു റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു പാറ്റേണും പിന്നെ അവർ നിൽക്കുന്ന ഒരു എൻവയൺമെന്റും ഹിസ്റ്ററിയും പാരന്റ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്സും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടിയാലാണ് നമുക്ക് കൂടുതൽ ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുക. അപ്പൊ നമുക്ക് കുറച്ചും കൂടി മീനിങ് അതിൽ നിന്ന് നമുക്ക് കിട്ടാനുണ്ട്. ഇപ്പോ വേറൊരു എക്സാമ്പിളില് ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നപ്പോ അപ്പൊ തുടങ്ങി ഞാൻ നോട്ടീസ് ചെയ്യുന്നുണ്ടായേ. ആ കുട്ടി കൗൺസിലിങ്ങിന് വന്ന സമയത്ത് പാരന്റിനോടൊക്കെ ഞാൻ സംസാരിച്ചു. പാരന്റിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇങ്ങനെ ഓൾറെഡി പാരന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 കുട്ടികളാണ്, ഇളയൊരു അനിയനുണ്ടെന്ന് ഈ ആള് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായി, പാരന്റ് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഞാൻ ആ മോൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും മോനോട് ഇങ്ങനെ സംസാരിച്ച് ഞാൻ ചോദിച്ചു വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ചപ്പോ അവൻ പറഞ്ഞത് അമ്മ, അച്ഛനും ഞാനും, അമ്മൂമ്മ, അപ്പൂപ്പൻ. അനിയന്റെ കാര്യം പറഞ്ഞിട്ടില്ല കേട്ടാ. ഞാൻ ഇപ്പൊ വീണ്ടും ചോദിച്ചു നിങ്ങൾ ഇത്ര പേരാണോ ഉള്ളത് വീട്ടില്? അപ്പൊ അവൻ പറഞ്ഞു അമ്മ, അച്ഛനും ഞാനും, അമ്മൂമ്മയും അച്ചാച്ചനും. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ നമ്മൾ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യം ഇങ്ങനെ നോട്ടീസ് ചെയ്തിട്ടുണ്ടായേ. അത് കഴിഞ്ഞിട്ട് ആൾക്ക് നമ്മൾ വരയ്ക്കാൻ കൊടുത്തു. വരയ്ക്കാൻ കൊടുത്ത സമയത്തും ആള് വരയ്ക്കുമ്പോ അച്ഛനും അമ്മേനും ഇവനെ മാത്രമേ വരച്ചിട്ടുള്ളൂ, ഇളയാൾ അവിടെയും വരച്ചിട്ടില്ല. അവിടെയും ഒരു ഇതുണ്ടായി. അതിനുശേഷം ഞാൻ വേറെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മെയിൻ ആയിട്ട് വന്ന കാര്യം എന്താന്നുള്ളത് നോക്കിയതിന് ശേഷം ഒരു പ്ലേയിലൂടെ ഇങ്ങനെ നോക്കിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ വീട് പോലെ ഉണ്ടാക്കാം, ബ്ലോക്ക് വെച്ചിട്ട്, നിന്റെ വീട് ഇതെന്റെ വീട് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോക്ക് ഒക്കെ വെച്ചിട്ട് വീടൊക്കെ ഉണ്ടാക്കി. അപ്പൊ അതിന്റെ ഉള്ളിലേക്ക് ക്യാരക്ടേഴ്സ് ഓരോ ആൾക്കാരെ കയറ്റണം. അപ്പൊ അത് പേപ്പറിൽ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിട്ട് ഒരു കാർഡ്ബോർഡിൽ കട്ട് ചെയ്ത് പെൻസിൽ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് അവരിങ്ങനെ നടന്നുള്ളിലേക്ക് കയറുന്ന പോലെയൊക്കെ ഇങ്ങനെ കളിക്കുകയാണ്. അപ്പൊ ഞാൻ ആ സമയത്ത് ചോദിച്ചു അല്ല നിന്റെ വീട്ടിൽ അനിയനില്ലേ? അപ്പൊ അനിയനെ നമ്മൾ ഉണ്ടാക്കിയില്ലല്ലോ, നമുക്ക് അനിയനെയും കൂടി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് അനിയനെ പോലത്തെ ഒരു കുഞ്ഞു ഫിഗർ ഉണ്ടാക്കി. അപ്പൊ ആളൊന്നും മിണ്ടണില്ല. അത് കഴിഞ്ഞിട്ട് ഞാനും വീടുണ്ടാക്കി, ആളും വീടുണ്ടാക്കി. അപ്പൊ എന്റെ ഫാമിലിയിലുള്ള ആൾക്കാർ എന്റെ വീട്ടിൽ കയറി, അവന്റെ ഫാമിലിയിലുള്ളത് അവന്റെ വീട്ടിൽ കയറണം, അതാണ് ഗെയിം. അപ്പൊ അതിൽ ഞാൻ നോക്കുമ്പോ അനിയനെ മാത്രം കയറ്റുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു അനിയൻ എവിടെ നിൽക്കും, അനിയൻ പുറത്ത് നിൽക്കണോ അനിയനെ വീടിന്റെ അകത്താണോ കയറ്റണ്ടേ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോഴത്തേക്കും അവൻ അനിയനെ വേണ്ട, അനിയൻ എന്തിനാ വീടിന്റെ ഉള്ളില്, അനിയൻ അകത്ത് വേണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു അനിയന് ഇഷ്ടാണോ നിനക്ക്? കുഴപ്പമില്ല, ഇഷ്ടാണ് എന്നാ അവൻ വായ കൊണ്ട് പറയുന്നുണ്ട് ഇഷ്ടാണെന്നുള്ളത്. പക്ഷെ അവന്റെ ഈ ഒരു പ്ലേയിലാണെങ്കിലും ആർട്ടിലാണെങ്കിലും അതിന്റെ ഒരു മീനിങ്ങേ ഇല്ല. പിന്നെയും നമ്മൾ പ്ലേയിലൂടെ തന്നെ ഓരോന്ന് ചോദിച്ചു വന്നപ്പോഴേക്കും അവന് ഭയങ്കര ഡിസ്റ്റൻസാ. അപ്പൊ എന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ വീടുകളിലും ഉള്ള പോലെ തന്നെ പാരന്റ്സിന് ഇളയാളോടാണ് കൂടുതൽ സ്നേഹം എന്നുള്ള തോന്നലൊക്കെ ആയിരുന്നു ഈ മൂത്ത ആൾക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ അതുകൊണ്ടിട്ട് ആളുണ്ടെന്ന് പോലും ആള് പറയണില്ല. അപ്പൊ അതായിരുന്നു ഇഷ്യൂ. അപ്പൊ പാരന്റ്സിനോട് ഞാൻ അതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടൈം വന്നപ്പോഴേക്കും ഇതേപോലെ കളിക്കാന്നുള്ളത് നോക്കിയപ്പോ അതിൽ അനിയനുണ്ട്, ഞാൻ പറഞ്ഞിട്ടല്ല, അല്ലാണ്ട് തന്നെ അനിയൻ എന്നുള്ളൊരു ഫിഗർ അവിടെ ആഡ് ചെയ്ത് വന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇന്റർവെൻഷൻസ് കൊണ്ടുവരും. അപ്പൊ അത് നമുക്ക് പറ്റിയത് എന്തുകൊണ്ടാണ്, നമുക്ക് അതിനെ ഒബ്സർവ് ചെയ്ത് കറക്റ്റ് ആ മീനിങ് കണ്ടുപിടിക്കാൻ പറ്റിയത് കൊണ്ടാണ് നമുക്ക് അതിന് വേണ്ടി ഇന്റർവെൻഷൻ കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടായത്. ഓക്കെ. അപ്പൊ പ്ലേ തെറാപ്പിയിൽ കൂടുതൽ നമ്മൾ എന്താ റിപ്പീറ്റ് ചെയ്യുന്നത് നോക്കും, ആ പാറ്റേൺ എന്താന്നുള്ളത് ഫസ്റ്റ് നോക്കും, അതിന്റെ ലാംഗ്വേജ് അവരുപയോഗിക്കുന്ന ലാംഗ്വേജ് നോക്കുക, അഫക്റ്റ് നോക്കുക, എന്ത് ഇമോഷൻസ് ആണ് അവിടെ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. പിന്നെ യുവർ ഇന്ററാക്ഷൻ, നമ്മളും കൂടി ആ ഒരു പ്ലേയിൽ ഏർപ്പെട്ട് നമ്മളും കൂടി സംസാരിച്ചൊക്കെ തുടങ്ങുമല്ലോ, അപ്പൊ കുട്ടിയുടെ റിയാക്ഷൻ എന്താണ്, റെസ്പോൺസ് എന്താണ് എന്നുള്ളതൊക്കെയാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ പാറ്റേൺ നോക്കും, ലാംഗ്വേജ് നോക്കും, എഫക്റ്റ് എന്താണ്, എന്ത് ഇമോഷൻസ് ആണ് വിസിബിൾ എന്ന് നോക്കും, പിന്നെ നമ്മളുടെ ഇന്ററാക്ഷൻ. അങ്ങനെയാണ് പ്ലേ ഒബ്സർവേഷൻ വരുന്നത്. ഓക്കെ. അപ്പോ ഇതില് എപ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ കേസ് പോലത്തെ ഒക്കെ തന്നെ ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇങ്ങനെ ഒരമ്മയും ഒരു കുഞ്ഞും പോലെ
അപ്പൊ ഈ അമ്മ പുറത്തേക്ക് പോവും, കുഞ്ഞ് കരയും, അമ്മ തിരിച്ചു വരും, കുഞ്ഞ് സന്തോഷം, കുഞ്ഞ് ഹാപ്പിയാണ്. ഇതേപോലെ റിപ്പീറ്റഡ് ആണെങ്കിൽ അതിലും ആ കുട്ടി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്തായിരിക്കും, അമ്മേനെ കാണണം എന്നുള്ളത് തന്നെയാണല്ലേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ, അല്ലെ? പിന്നെ നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി കാണുമല്ലോ ഈ കുട്ടികളിൽ തന്നെ. ഈ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള കുട്ടികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ അവരുടെ മെയിൻ പ്രശ്നം എന്താ? അമ്മേനെ വിട്ടു പോവണ്ട, അച്ഛനെ വിട്ടു പോവണ്ട. സെപ്പറേഷൻ ആകുമ്പോഴത്തേക്കൊരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രെസ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പൊ അവർക്ക് സ്കൂളിൽ പോകാൻ തോന്നൂല, എങ്ങും പോവണ്ട, എപ്പോഴും പാരന്റ്സിന്റെ അടുത്ത് തന്നെ നിന്നാൽ മതി. പേടിയായിരിക്കും അവർക്ക് എന്തെങ്കിലും പറ്റോ എന്നൊക്കെ ഉള്ളത്. ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് പേടി, അല്ലെങ്കിൽ എപ്പോഴും എനിക്ക് വയറുവേദന എടുക്കണം, തലവേദന എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ കൂടെ തന്നെ നിൽക്കണം. ആ രീതിയിൽ അങ്ങനെ ഒരു കേസ് നോക്കുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് എപ്പോഴും ഇങ്ങനെ തലവേദന എന്ന് പറയും, കാരണം അറിയില്ല. ഡോക്ടേഴ്സിന്റെ അടുത്തൊക്കെ പോയി അവര് പറഞ്ഞു എന്തോ ഒരു കാര്യമുണ്ട്, സ്കൂളിൽ പോകാനുള്ള മടി കൊണ്ടായിരിക്കണം, അല്ലാതെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല, സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തതാ, എല്ലാം നോർമൽ ആയിരുന്നു, പ്രശ്നമൊന്നുമില്ല. ഈ കുട്ടിയാണെങ്കിൽ ഒന്നും പറയണമില്ല. അതായിരുന്നു മെയിൻ കൺസേൺ ട്ടോ. ഡോക്ടേഴ്സ് ചോദിക്കുമ്പോഴും അങ്ങനെ സ്കൂളിൽ പോകാൻ ഇഷ്ടമാണോ ചോദിച്ചാൽ പറയും ഇഷ്ടമാണെന്ന് പറയും. ആ രീതിയിലൊക്കെ ആയിരുന്നു. അങ്ങനെ അവര് ഡോക്ടർ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായി. അപ്പൊ വന്ന സമയത്തും ആളിങ്ങനെ അധികം ചിരിക്കുന്നൊന്നുമില്ല ഫസ്റ്റ് വന്ന ശേഷം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് റാപ്പായി. ഞാൻ പറഞ്ഞു തലവേദന ഉണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളുടെ തലവേദന അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ച് ആളെ കുറച്ചും കൂടി ഒന്ന് മിങ്കിൾ ചെയ്ത് ഒന്ന് റാപ്പൊക്കെ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഞങ്ങൾ കളിക്കാണ്. അപ്പൊ കളിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ടോയ്സ് വെച്ചിട്ട് പറഞ്ഞു, ഒരു കുട്ടിക്ക് ഭയങ്കര വിഷമാണ്, അമ്മേനെ കണ്ടില്ലെങ്കിൽ അപ്പൊ ആ കുട്ടി എവിടെ പോയാലും തിരിച്ചു വരും എന്നുള്ള രീതിയിൽ ഇങ്ങനെ കളിക്കാണ്. അപ്പൊ ഞാൻ ഈ കുട്ടിയുടെ അടുത്ത് പറഞ്ഞു, ഈ കുട്ടി വേണം, ഈ ചെറിയ കുട്ടിയായിട്ട് എന്റെ കയ്യിൽ ഒരു പാവയുണ്ട്, ആ പാവ സംസാരിക്കുന്നത് ഈ കുട്ടി വേണം വോയിസ് കൊടുക്കാൻ, ഞാൻ അമ്മ സംസാരിക്കണ പോലെ, ആ രീതിയിലൊക്കെ ആക്കി. അപ്പൊ ഈ കുട്ടി പെട്ടെന്ന് വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എനിക്ക് പോവണ്ട, അമ്മ മരിച്ചു പോയാലോ എന്നുള്ള ഒരു ഡയലോഗ് പെട്ടെന്ന്, ആദ്യമൊന്നും വന്നതല്ല, കുറെ സമയം എടുത്തെന്ന് വെച്ചാൽ ഒരു മണിക്കൂറിൽ ഏതോ ഒരു 50 മിനിറ്റ് ആ സമയമായപ്പോഴേക്കാണ് ആ ഒരു കാര്യം ആ കുട്ടി ഇങ്ങനെ പറയണേ. അപ്പൊ ജസ്റ്റ് കിട്ടിയതുള്ളൂ ട്ടോ, ചെറുതായിട്ട് കിട്ടിയുള്ളൂ. അപ്പൊ കളിയിലാണല്ലോ, അപ്പൊ ആളങ്ങനെ നോട്ടീസ് ചെയ്യണില്ല. അപ്പൊ അമ്മ പറയാ, അപ്പൊ അതില് ഞാനാണ് അമ്മയായിട്ടിരിക്കണേ. അപ്പൊ ഞാൻ പറയണ അങ്ങനെയൊന്നും സംഭവിക്കില്ലല്ലോ, നീ എന്തിനാ അങ്ങനെ വിചാരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു വന്നപ്പോഴേക്കും നമുക്ക് കിട്ടിയ ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അതിന്ന് ഈ കുട്ടിക്ക് ഭയങ്കര പേടിയാ സ്കൂളിൽ പോവാൻ. കാരണം അമ്മേനെ ഒരു പ്രാവശ്യം എന്തോ കാര്യത്തിന് ഡോക്ടറിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോഴേക്കും ഡോക്ടർ അമ്മേനോട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത് ഈ കുട്ടി കേട്ടിട്ടുണ്ടായി. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അമ്മയ്ക്ക് എന്തോ സംഭവിക്കാൻ പോവാണ്, അമ്മ മരിക്കാൻ പോവാണെന്നുള്ള പേടിയാണ് ഈ കുട്ടിക്കുള്ളത്. അപ്പൊ പാരന്റ്സിനോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ശരിയാണ്, അവര് കണക്കൂട്ടിയൊക്കെ നോക്കുമ്പോ ഇവര് ഡോക്ടറിനെ കണ്ടു വന്നേ പിന്നെയാണ് ഇവൾക്ക് തലവേദന എന്നൊക്കെ പറയാൻ തുടങ്ങിയതും. സ്കൂളിൽ നല്ലപോലെ ലീവ് എടുക്കുന്നുണ്ട്, 1-2 ദിവസം ഒന്നല്ല, 2 ആഴ്ചയൊക്കെയാണ് ആള് ലീവ് എടുക്കണേ. അപ്പൊ ഇതായിരുന്നു മെയിൻ റീസൺ എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ട ഇന്റർവെൻഷൻസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ആള് സ്കൂളിൽ പോകാൻ റെഡിയായി. ഉടനെ അല്ല, കുറച്ച് സമയം പതുക്കെയാണ് കേട്ടോ റെഡി ആയത്. ഉടനെ അല്ല, ഒരു തെറാപ്പിക്ക് വന്നൊരു 4 സെഷൻസ് കഴിഞ്ഞപ്പോ അടുപ്പിച്ച് വെച്ചു സെഷൻ, ഗ്യാപ്പ് ഇട്ടില്ല, കണ്ടിന്യൂസ് വെച്ചിട്ട് അങ്ങനെയാണ് പിന്നെ ആളൊന്ന് ഓക്കെ ആയിട്ട് വന്നത്. അപ്പൊ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള കുട്ടികൾക്ക് ഇതേപോലെ അവരുടെ പാരന്റ്സിനെ വിട്ടു പോവാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പൊ ഇവിടെ നമ്മള് അവരോട് സംസാരിക്കുമ്പോ ഭയങ്കര എന്താ പറയാ, കംഫർട്ട് കൊടുത്ത് ഒരു സേഫ് എൻവയൺമെന്റ് കൊടുത്ത് അവരുടെ രീതിയിൽ ഇറങ്ങി അവിടെ നമ്മൾ ശരിക്കും ഒരു കുട്ടിയായിട്ട് തന്നെയാണ് മാറുന്നത്. ഒരു കുട്ടീനെ പോലെ തന്നെ സംസാരിച്ച് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഉള്ളൊരിത് വരുമ്പോഴത്തേക്കും നമുക്ക് അപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലാവുക. നമ്മൾ കുറച്ചൊരു മുതിർന്ന ആളെ പോലെ ഒരു കമാൻഡിങ് രീതിയിൽ നിന്നാൽ നമുക്കത് കിട്ടണം എന്നില്ല. അപ്പൊ അതിൻ്റെതായ രീതിയിൽ നമ്മൾ നിൽക്കുക. അപ്പോ ഈ പ്ലേ ആക്ടിവിറ്റീസ് ഉണ്ട്, ചില പ്ലേ ആക്ടിവിറ്റീസ് ഞാൻ അതിൽ പറഞ്ഞുതരാം കേട്ടോ, ഈ സെപ്പറേഷൻ ആങ്സൈറ്റിക്കൊക്കെ ഉപയോഗിക്കണേ. ഒന്നാമത്തതാണ് മാജിക് സ്ട്രിങ്. ഇതിന്റെ പിന്നിൽ വേറെ കുറെ കാര്യങ്ങളുണ്ട്, ഞാനിപ്പോ ഒരു ഔട്ട്ലൈൻ പറഞ്ഞു പോകുന്നുള്ളൂ കേട്ടോ. ഇപ്പൊ മാജിക് സ്ട്രിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇതൊരു പാവയാന്ന് വിചാരിച്ചോ, ഇത് പാവയാണ് ഇത് ആ കുട്ടിയാണെന്ന് കരുതാം. നമ്മള് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു സ്ട്രിങ് ഇങ്ങനെ ഈ പാവേനെ കെട്ടും, എന്നിട്ട് ഈ കുട്ടീന്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. എന്നിട്ട് ഈ പാവേനെ നമ്മള് പതുക്കെ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസിൽ ഇതിങ്ങനെ കൂട്ടി കൊണ്ടുവരും. അപ്പൊ നമ്മുടെ റൂമിന് ഇത്രയും സ്പേസ് ഉണ്ടെങ്കിൽ
ഈ പാവയും കുട്ടിയും ഇവിടെ അടുത്തായിരിക്കും. പിന്നെ പതുക്കെ നമ്മൾ ഈ പാവേനെ എടുത്തിട്ട് ഈ അറ്റത്തുണ്ടാകും. അപ്പൊ ഇങ്ങനെയൊക്കെ സ്ട്രിങ് ഇങ്ങനെ പോകും അവർ നടക്കുന്നതനുസരിച്ചിട്ട്. അപ്പോ അത് നമ്മൾ ഇടക്കിടക്ക് കൊടുത്ത് അതിലോരോ കോൺവെർസേഷൻ ഒക്കെ വരും അവിടെ. അതിൽ മീൻ ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് വന്നാലും ആ ഒരു സ്ട്രിങ് ഉണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഹോപ്പാണ്. എന്ന് വെച്ചാൽ അത് തിരിച്ചു വരും എന്നുള്ളത്. ആ രീതിയിൽ ഒരു സിംബോളിക് കൈൻഡ് ഓഫ് പ്ലേ കൊടുത്ത് ആ കുട്ടീനെ, അപ്പൊ അവിടെ കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ കൊടുത്തിട്ട് പതുക്കെ നമുക്ക് സെപ്പറേഷൻ ആങ്സൈറ്റിന്റെ ഇത് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോ ഈ ഡോളിനെ നമ്മൾ ആരായിട്ട് റെപ്രസെന്റ് ചെയ്യും, ഈ കുട്ടിക്ക് ആരെയാണോ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണേ അത് ആദ്യമേ നമ്മൾ പറയില്ല. പതുക്കെ ഡോളിനെ വെച്ച് ഇങ്ങനെ സ്ട്രിങ് രീതിയിൽ ചെയ്ത് പതുക്കെ ഈ സ്ട്രിങ് അഴിപ്പിച്ചുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. എന്ന് വെച്ചാൽ അത് അവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീല് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിൽ ഉള്ള ഗെയിം ഒരു പ്ലേ നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, മനസ്സിലായോ? മാം ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ. ഈ ഉം. ഇപ്പൊ ഈ സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറഞ്ഞ ഇപ്പം ഇപ്പൊ ഒരു എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോളാണ്. പുള്ളിക്കാരി വീട്ടിൽ അമ്മയായിട്ട് വലിയ ഒരു കണക്ഷൻ വെച്ചാൽ ഒരു 2-3 ഒരു 1-ാം ക്ലാസ് വരെ ഭയങ്കര അടുപ്പമായിരുന്നു. കാരണം എന്ത് കാര്യത്തിന് അമ്മ വേണം അങ്ങനെ ഒരു രീതിയായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം ഈ കൊച്ചിന്റെ സ്കൂൾ ബസിന്റെ ടൈം മാറിയപ്പോഴത്തേക്കും ഇവളും ഈ കൊച്ചും തമ്മിലുള്ള ഒരു കോണ്ടാക്ട് കുറെ അങ്ങ് കുറഞ്ഞു പോയി. ഇവര് വരുമ്പോഴത്തേക്കും കൊച്ചിന്റെ കൊച്ചു ഉറങ്ങിയിട്ടുണ്ടാവും. വൈകുന്നേരം വീട്ടിൽ ചെല്ലുമ്പോ രാവിലെ കൊച്ചിനെ ബസ് പോകുമ്പോഴൊന്നും ഇദ്ദേഹം ഇവള് ജോലി കഴിഞ്ഞിട്ട് വരികയില്ല. ട്യൂഷൻ സെന്ററിൽ പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഓ. അങ്ങനെ ഒരു അകൽച്ച വന്നു. പിന്നെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തത്തിൽ ഇത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആദ്യം ഉണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു അടുപ്പം ഈ കൊച്ചിന് ഇല്ല. പക്ഷെ ഇവള് ജോലിക്ക് പുറത്തേക്ക് വേറൊരു സ്ഥലത്തേക്ക് ഇപ്പം എന്താണ് ഇന്ത്യക്ക് പുറത്ത് ഗൾഫിലേക്ക് ഇങ്ങനെ ജോബിന്റെ ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്, ഇങ്ങനെ പോവാന്ന് പറയുമ്പോഴത്തേക്കും ഈ കൊച്ചു പറയുന്ന ഏസ് അവിടെ പോയി കഴിഞ്ഞാൽ പോവാനായിട്ട് ഇഷ്ടമല്ല, എതിർപ്പാണ് പറയുന്നത്. അപ്പം പോയി കഴിയുമ്പോഴത്തേക്കും അമ്മ എന്നെ മറന്നു പോവും. 2 വർഷം കഴിഞ്ഞിട്ടല്ലേ അമ്മ വരുവുള്ളൂ. അപ്പോഴത്തേക്കും അമ്മ എന്നെ ഓർക്കണ പോലും ഉണ്ടാവില്ല, മറന്നു പോവും. കൂട്ടുകാരുടെ അടുത്താണെങ്കിലും ഇവർക്ക് അറിയാവുന്ന അടുത്താണെങ്കിലും ഒക്കെ ഇങ്ങനെ ഒരു കേസ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, പോയിട്ടൊന്നുമില്ല. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ തന്നെ മൊത്തം ആ ഒരു രീതിയിലാണ് പറയുന്നതും കാണിക്കുന്നതും ഒക്കെ. അത് ഇതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ അതോ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ആണോ? അത് നമുക്ക് സെപ്പറേഷൻ ആങ്സൈറ്റി തന്നെ പറയാൻ പറ്റില്ല. അതിന് കുറെ ക്രൈറ്റീരിയയും കാര്യങ്ങളുണ്ട്. അപ്പോ സെപ്പറേഷൻ ആങ്സൈറ്റി ഉള്ള കുട്ടികളാണെങ്കിൽ മുഴുവൻ സമയവും പാരന്റിന്റെ അടുത്ത് തന്നെ ഒരു ക്ലിങ്കിനെസ് ആയിരിക്കും. ഇത് എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് കാണാൻ കിട്ടുന്നില്ലല്ലോ അമ്മേനെ. രാവിലെയും കിട്ടുന്നില്ല, വൈകുന്നേരം വരുമ്പോഴും കിട്ടുന്നില്ല. അപ്പൊ ആ ഒരു സങ്കടം ഉണ്ടല്ലോ, അത് കറക്റ്റ് ആയിട്ട് അവിടെ പ്രോസസ് ചെയ്തിട്ടില്ല. പാരന്റിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളാണ് വരുന്നത്. നമുക്കത് പക്ഷെ ഗ്രാൻഡ് പാരന്റ്സും ഇവിടെ ചെറിയൊരു രീതിയിലൊരു വില്ലൻ റോൾ ഉണ്ട്. കാരണം ആ ഒരു വർഷം അങ്ങനെ ആയിരുന്നു. കൊച്ചിനെ മൊത്തം ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടെ ആയിരുന്നു. അപ്പൊ TV കാണുകയും സീരിയലിന് അഡിക്റ്റ് ആവുകയും അങ്ങനെ ആ ഒരു രീതിയിലേക്കൊക്കെ ആയിപ്പോയി. മൊത്തം അവരുടെ ഒരു രീതിയിലോട്ട് ആയി പോയായിരുന്നു. അപ്പൊ കൊച്ചിനെ ഇപ്പൊ വഴക്ക് പറഞ്ഞാലൊക്കെ ഗ്രാൻഡ് പാരന്റ്സ് ഭയങ്കര സപ്പോർട്ടീവ് ആണ്. എന്ന് മീൻസ് കൊച്ചിനെ ഭയങ്കര ഇതാണ്. അപ്പൊ അമ്മ എന്തോ തെറ്റ് ചെയ്തു അല്ലെങ്കിൽ പറയുന്നത് എന്ത് സംഭവം പറഞ്ഞാലും ആ ഒരു ഇത് കഴിഞ്ഞ പിന്നെ എന്ത് പറഞ്ഞാലും നല്ലത് പറഞ്ഞാലും കൊച്ചിനത് നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണല്ലോ എടുക്കുന്നത്. ഇപ്പൊ വഴക്ക് പറഞ്ഞ അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അമ്മേനെ വഴക്ക് പറയുന്നത്. എന്നെ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് സന്തോഷമല്ലേ, അങ്ങനെയുള്ള രീതിയിലാണ് പുള്ളിക്കാരിയുടെ ഇങ്ങോട്ടേക്കുള്ള റിയാക്ഷൻ. ഓക്കെ, അത് ആക്ച്വലി ഇങ്ങനെയുള്ള പ്ലേ തെറാപ്പിയൊക്കെ വെച്ച് നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടുണ്ടാവുമല്ലോ അവരുടെ സൈഡിൽ നിന്ന് പറയുന്നതും ഒക്കെ വെച്ചിട്ട്. അപ്പൊ അത് ആർട്ട് പ്ലേയിലും ഒക്കെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ പാരന്റ്സിന്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ചേഞ്ചസും കൂടി വരുത്തേണ്ടി വരും. അങ്ങനത്തെ ഒരു ബിലീഫാണ് ആ കുട്ടിക്ക് ഉണ്ടെങ്കിൽ അപ്പൊ അതിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, എനിക്കൊന്ന് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഗൈഡ് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ മാം, താങ്ക് യു. ഓക്കെ. പിന്നെ നമ്മള് മോമി കംസ് ബാക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് ഓരോ ആക്ടിവിറ്റി, ഇപ്പൊ ഡിസപ്പിയറിംഗ് ഡോൾ, അതൊക്കെ ഏകദേശം ഒരേ കൈൻഡ് ഓഫ് പ്ലേ തന്നെയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, ഇപ്പൊ ഒരു ടോയ് ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ ഒരു പാവയുണ്ട് കയ്യില്. ഈ പാവേനെ നമ്മൾ സ്കൂളിലാക്കുന്നത് പോലെ നമ്മളിങ്ങനെ കളിക്കാണ്. സ്കൂളിലാക്കുന്നു, സ്കൂളിലാക്കി കഴിയുമ്പോഴത്തേക്കും ആ അമ്മ തിരിച്ചു വരുന്നു, ആ കുട്ടി സ്കൂളിന്റെ അവിടെ നിന്ന് കരയുന്നു. ഈ രീതിയിലേക്കാണ് ആദ്യം ഇങ്ങനെ കളിക്കുക. ഓക്കെ, അപ്പൊ കളിച്ചു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടി ഇങ്ങനെ കരയുന്നതായിട്ടാണല്ലോ കളിക്കണേ. പിന്നെ നമ്മൾ കളിക്കുമ്പോഴേക്കും നമ്മൾ പറയും അത് അമ്മയാവണം. ഓക്കെ, ആ കുട്ടി അമ്മയുടെ റോള്
നമ്മളാണ് കുട്ടിയുടെ റോള്. അപ്പൊ അമ്മ പറയണം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ ഇവിടെ ഉണ്ടാവും, നീ സേഫ് ആണെന്നുള്ള രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ കൊണ്ടുവരും. അപ്പോ അതങ്ങനെ കണ്ടിന്യൂസ് പോയി വരുമ്പോഴേക്കും അവർക്ക് പതുക്കെ ഈ സ്കൂളിലേക്ക് പോകുന്നതിന്റെ പ്രശ്നം ഉണ്ടായില്ലേ, അത് പതുക്കെ നമുക്ക് കുറഞ്ഞു വരും. എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ബൈ പറയാൻ ടോയ്സിനെ സ്കൂളിലാക്കിയിട്ട് ബൈ പറയാ, അങ്ങനത്തെ ഒരു ഗെയിം വെക്കും. എന്ന് വെച്ചാൽ ഓരോ പോയിന്റ് എടുത്ത് നമ്മൾ ഇങ്ങനെ ചെയ്യിപ്പിക്കാം. എന്നിട്ട് അവര് ഓരോ പ്രാവശ്യം പ്രോഗ്രസ് ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ അവിടെ റിവാർഡും കൊടുക്കുന്നുണ്ടാവും. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സെപ്പറേഷൻ്റെ ഇത് കുറച്ചുകൊണ്ടുവരാം. എന്ന് വെച്ചാൽ സ്കൂൾ എക്സ്പോഷർ രീതിയിൽ തന്നെ നമ്മൾ ഈ പ്ലേയിൽ ആ സ്കൂൾ എക്സ്പോഷറിന്റെ ഒരു മെറ്റീരിയൽ അവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അതിലൂടെ നമ്മൾ ചെയ്യിപ്പിക്കും. സ്കൂളിലെ കുട്ടീനെ ആക്കിയിട്ട് അമ്മ പോകുന്നു. അപ്പൊ അത് അമ്മ, നമ്മൾ കുട്ടി, അപ്പൊ അമ്മയുടെ സംസാരം ആ രീതിയിലൊക്കെ ആഡ് ചെയ്ത് നമുക്ക് അതിനെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ ബ്രേവ് ടെഡി, ബ്രേവ് ലാഡർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരെ ബ്രേവ് ആയിട്ടുള്ള ആളുകളാണ് ഇതേപോലെ ഒറ്റയ്ക്ക് നിൽക്കാൻ പോകുന്നതും സ്കൂളിൽ പോകാൻ പറ്റുന്നതും അങ്ങനെയുള്ള ഒരു ഐഡിയാസ് കൊടുക്കും നമ്മള്. എന്നിട്ട് അവരതിലേക്ക് ആക്കി തീർക്കണം. അപ്പൊ ഇവര് ബ്രേവ് ആയി, ഇപ്പൊ ഒരു ദിവസം ഒരു ക്ലാസ്സിൽ പോയി കഴിഞ്ഞാല് അവർക്കൊരു ഗിഫ്റ്റ് കിട്ടും. അങ്ങനെ 7 days പോയി കഴിഞ്ഞാല് വേറൊരു വലിയ ഗിഫ്റ്റാ കിട്ടുക എന്നുള്ള രീതിയിൽ ആദ്യം ഇവരെ കൺവിൻസ് ചെയ്തെടുക്കും പ്ലേയിലൂടെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സെയിം കാര്യം തന്നെ പ്രാക്ടിക്കലി അവിടെ അപ്ലൈ ചെയ്യും. പിന്നെ സെപ്പറേഷൻ സ്റ്റോറി ബുക്സ് ഒക്കെ കൊടുക്കും. സ്റ്റോറി ബുക്സ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ പതുക്കെ കുഞ്ഞു കഥകളൊക്കെ പറഞ്ഞു കൊടുക്കേ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞ ഒരു അമ്മക്കിളി ഉണ്ടായിരുന്നു. അപ്പൊ അമ്മക്കിളി കുഞ്ഞിന് ഇങ്ങനെ ഭക്ഷണം അന്വേഷിക്കാനായിട്ട് പോയി. കുഞ്ഞിനപ്പൊ ഭയങ്കര സങ്കടമായി. അപ്പൊ കുഞ്ഞിനറിയില്ലല്ലോ അമ്മക്കിളി എന്തിനാണ് പോയേക്കുന്നത് എന്നുള്ളത്. ഭക്ഷണം അന്വേഷിക്കാനാണെന്ന് കുഞ്ഞിക്കിളിക്ക് അറിയില്ലല്ലോ. അപ്പൊ കുഞ്ഞിക്കിളി ഇങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുക. അപ്പൊ അമ്മക്കിളി ഭക്ഷണം കൊണ്ട് വന്നപ്പോഴേക്കും അമ്മക്കിളിക്ക് എന്തായി, സന്തോഷായി. അപ്പൊ കുറച്ചും കൂടി ഇതൊരു കുട്ടിക്ക് പറഞ്ഞു കൊടുത്തൊരു കഥ തന്നെയായിരുന്നു കേട്ടോ. അപ്പൊ കണക്ട് ആയപ്പോഴേക്കും ആ കുട്ടി പറയാ, ഈ അമ്മക്കിളി വരൂലേ, അതേപോലെ എന്റെ അമ്മയൊക്കെ വരുമോ, അല്ലെങ്കിൽ അമ്മ വരാതെയൊക്കെ ഇരിക്കുവോ, ഞാനപ്പോ അവിടെ ഒറ്റയ്ക്കായിപ്പോ. പക്ഷെ ആ കുട്ടിക്ക് വേറെ പ്രശ്നം ഉണ്ടായി. സ്കൂളിൽ ഒരു ദിവസം ഈ അമ്മ ഭയങ്കര ലേറ്റ് ആയിട്ടാ ചെന്നത് വിളിക്കാൻ. അപ്പൊ ആ കുട്ടിക്ക് അങ്ങനെ ഒരു പേടി കിട്ടിയതായിരുന്നു. എന്നിട്ട് നമ്മൾ റോൾ പ്ലേ ഒക്കെ ചെയ്തിട്ട് ഒരു ടോയ് ഒക്കെ വെച്ച് നമ്മൾ തിരിച്ചു വരും എന്നുള്ളത്. അപ്പൊ അമ്മയുടെ ഭാഗം ഒന്ന് മനസ്സിലാക്കി കൊടുക്കാൻ അമ്മ ജോലിക്ക് പോകുന്ന അവിടെ ജോലി സ്ഥലം, അമ്മയുടെ വർക്ക്, ആ രീതിയിൽ ആ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഒരു പ്രിറ്റൻഡ് പ്ലേ പോലെയൊക്കെ. അല്ലെങ്കിൽ ഇപ്പൊ എന്താണോ അവരുടെ പ്രശ്നം ആ രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ട് ആദ്യം ഒരു സ്റ്റോറി വെച്ച് സ്റ്റാർട്ട് ചെയ്ത് പതുക്കെ ടോയ്സ് വെച്ച് ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ഇന്റർവെൻഷൻസിലേക്കൊക്കെ നമ്മൾ പോവാറുണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? Yes, ma'am. ഓക്കെ. പിന്നെ സെപ്പറേഷൻ റിഹേഴ്സൽ ചെയ്യിപ്പിക്കും. നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കുക, എന്നിട്ട് തിരിച്ചു വരിക. ഒരു ടോയ് ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചിലപ്പോൾ നമ്മളെ സെന്ററിന്റെ പുറത്ത് റൂമിന്റെ അവിടെ കൊണ്ട് വെക്കും. എന്നിട്ട് കുട്ടിയുടെ അടുത്ത് നമ്മളുടെ അടുത്ത് ഒന്ന് ഇരിക്കാൻ പറയും. കുറച്ച് സമയം കഴിയുമ്പോൾ തിരിച്ച് അത് പോയിട്ട് എടുത്തിട്ട് വരാൻ പറയും. ആ രീതിയിൽ കുറച്ച് സെപ്പറേഷന്റെ ആ ഒരു ഡിസ്റ്റൻസും ടൈം ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ടോയ് വെച്ചിട്ട് നമ്മൾ അത് കാണിച്ചു കൊടുക്കും. പിന്നെ സേഫ് പ്ലേസ് ഹൗസ്, അവർക്ക് ഏറ്റവും സേഫ് ആരോടാണ്, എന്താണ്, അവർക്ക് ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യണേ, അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്, ആ രീതിയിൽ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ആ ഒരു പേഴ്സണെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു സേഫ് ഫീലിംഗ് അവരിൽ ക്രിയേറ്റ് ചെയ്തെടുപ്പിക്കും. അപ്പോൾ അവർക്ക് കുറച്ചും കൂടി അവരോട് അടുപ്പുണ്ടാവില്ല. അപ്പോൾ അവർ ത്രൂ നമ്മൾ ഇന്റർവെൻഷൻസ് കൊടുക്കും. ആ രീതിയിലേക്കാണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. നമ്മളൊരു ഔട്ട്ലൈൻ ആണ്. ഇതിൽ ഓരോന്നെടുത്ത് നോക്കുകയാണെങ്കിൽ അതിലും കുറെ പ്രോസസ് ചെയ്യാനും മെത്തേഡ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ആണ് നോക്കിയ പ്ലേ തെറാപ്പി എന്താണ്, അതുപോലെ ടൈപ്സ് ഓഫ് പ്ലേ എന്തായിരുന്നു, പിന്നെ അതേപോലെ നമ്മൾ കുറച്ചൊരു ആക്ടിവിറ്റി ബേസിസിലുള്ള കാര്യങ്ങളും ആണ് നോക്കിയത്. ക്ലിയർ ആണോ? ഓക്കെ മാം. ഓക്കെ മാം. ഓക്കെ, അപ്പം ഇതിൽ ഇനിയും കാര്യങ്ങളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ പ്ലേ തെറാപ്പിയിൽ നമുക്ക് ഓരോ അസസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അസസ്മെന്റ്, ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ട്, പിന്നെ ഒബ്സർവേഷൻ, ട്രാക്കിംഗ്, പ്ലേ തീം ഡോക്യുമെന്റേഷൻ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഓരോ പ്ലേ തീം വെച്ചിട്ടൊക്കെ നമ്മൾ നോക്കും. ഈ നർച്ചറിങ് ആണോ, അതുപോലെ ഇമാജിനേഷൻ ആണോ, കോൺഫ്ലിക്റ്റ് ആണോ, കുറെ ഇന്റർപ്രിട്ടേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ പ്ലേ തെറാപ്പി കോഴ്സിൽ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ പറയാ. മിക്കവാറും നമ്മൾ നെക്സ്റ്റ് മന്ത് അതിന്റെ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും.
ഇതൊരു 4 days ക്ലാസ് ആയിരിക്കും പ്ലേ തെറാപ്പിയുടെ. അപ്പൊ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ അറിയിക്കാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഓഫ്ലൈൻ ആയിരിക്കും അത്. ഓൺലൈൻ തന്നെ. ഓൺലൈൻ ആയിരിക്കും കേട്ടോ. അപ്പൊ നമുക്ക് എക്യുപ്മെന്റ്സ് ഒക്കെ നോക്കിയിട്ട് ചെയ്യാൻ അങ്ങനെ ഓൺലൈനിൽ പറ്റുമോ? ഈ ആ, മാഡം പ്ലേ തെറാപ്പിക്ക് എന്ത്? നമുക്ക് ഏജ് അപ്ലൈ ചെയ്യാൻ പറ്റിയ ഏജ് ഏതൊക്കെയായിരിക്കും? 3 വയസ്സ് മുതൽ ഒരു 7 3 വയസ്സ് വയസ്സ് വരെയാണോ? മുതൽ അത് ഒരു കഴിഞ്ഞാൽ പിന്നെ പറ്റില്ലല്ലോ. ഇല്ല, 3 വയസ്സ് മുതൽ ഒരു 11 വയസ്സ്. 11 വയസ്സ് എന്ന് പറഞ്ഞാൽ ആ കുട്ടി ഒരു കുട്ടിത്തത്തോട് നിൽക്കുകയാണെങ്കിൽ മാത്രം. ചിലത് 11 വയസ്സ് വരുമ്പോൾ ഹൈലി മെച്ചുവേർഡ് സ്വഭാവം കാണിക്കുന്നവരുണ്ടാവില്ല. അപ്പൊ ആ കുട്ടിത്തം നിൽക്കുന്ന ഒരു ഏജ് വരെയാണ് പ്ലേ തെറാപ്പി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പറ്റുള്ളൂ. ഉം. പിന്നെന്തായിരുന്നു? ഓഫ്ലൈൻ ആണോന്നല്ലേ? ഓഫ്ലൈൻ ഓഫ്ലൈൻ അല്ല, ഓൺലൈൻ ആണ്. നമ്മൾ അതില് ഈ നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളില്ലേ, പാവയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ സംസാരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരാ. ഒബ്സർവേഷൻ നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും കേട്ടോ. നമ്മൾ ഓഫ്ലൈൻ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പക്ഷെ പ്ലേ തെറാപ്പി നമുക്ക് ഒബ്സർവേഷൻ രീതിയിൽ ചെയ്യണം എന്നാണെങ്കിൽ നമ്മൾ തന്നെ മോക്ക് ചെയ്യേണ്ടി വരും. കുട്ടികൾ നമുക്ക് കിട്ടില്ലല്ലോ ആ സമയത്ത്. അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, അറിയിക്കാം കേട്ടോ ഓഫ്ലൈൻ വെക്കുമ്പോ. ഓക്കെ, താങ്ക് യു മാം. പ്ലേ തെറാപ്പിയിലൂടെ കുട്ടികളുടെ പ്രശ്നം തിരിച്ചറിയാനായിട്ട് നമുക്ക് ഒരുപാട് സമയമെടുക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? ഇത് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്ക് ഒറ്റ ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 കൂടിയിരിപ്പ് കൊണ്ടോ അല്ലെങ്കിൽ 3 ഇരിപ്പ് കൊണ്ടോ ഒന്നും തീരില്ല. കണ്ടുപിടിക്കാൻ കുറച്ച് താമസം എടുക്കുമല്ലോ. ചിലതിൽ അങ്ങനെയാണ് കേട്ടോ, സമയം എടുക്കും. ചിലതില് ക്വിക്ക് ആയിട്ടും കിട്ടും. പെട്ടെന്ന് ഈ- കിട്ടും. അങ്ങനെ ഓരോന്നും ചിലത് ചില കുട്ടികൾ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവൂല. നമ്മൾ എന്ത് കൊടുത്താലും അവര് അധികം ഇത് കാണിക്കില്ല. പിന്നെ കുറച്ചായി വരുമ്പോഴേ നമുക്ക് മനസ്സിലാവേ ഉള്ളൂ. പിന്നെ വേറെ കാര്യം, പാരന്റ്സ് പറഞ്ഞു തരില്ല. കുട്ടികളുടെ ഏകദേശം അവർ എക്സ്പ്രസ് ചെയ്ത് തരുമ്പോ പാരന്റ്സ് അവരുടെ ഇത് പുറത്തറിയാതിരിക്കാൻ ഞങ്ങളെ വീട്ടിൽ വഴക്കൊന്നുമില്ലല്ലോ, അതവൻ ചുമ്മാ പറയുന്നതാണ് എന്നൊക്കെ ആദ്യം പറയും. പിന്നെ അവര് കറക്റ്റ് കാര്യം പറയുന്ന രീതി കാണാറുണ്ട്. അതും ഒരു ഫാക്ടറാ. മാം, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ. ആ മാം, ഒരു ഞങ്ങളുടെ ഫാമിലിയിലുള്ള കുട്ടിയാണ്. ഇപ്പം 3-4 വയസ്സായി. ആ കുട്ടിക്ക് വെറും ഒരു ടോയ് മാത്രമേ ഉള്ളൂ ഇഷ്ടം. എന്ന് വെച്ചാ അതിന്റെ പല വേർഷനും, ചെറുത് വലുത്, ദിനോസർ ഇല്ലേ, ആ ദിനോസറിന്റെ ആ ടോയ് മാത്രമേ ഉള്ളൂ ഇഷ്ടം. അത് കുട്ടീന്റെ അതെന്തെങ്കിലും പ്രശ്നമാണോ കുട്ടിക്ക് അങ്ങനെ? അത് നമ്മൾ ശരിക്കും ആ കുട്ടീനെ ഒബ്സർവ് ചെയ്താലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം അത് എങ്ങനെയാണ് അത് ഉപയോഗിക്കണേ നമ്മൾ ചോദിച്ചിട്ട് മനസ്സിലാക്കാനുണ്ട് അതില്. നമുക്ക് അല്ലാതെ ഒരു ഇതിലേക്ക് പറയാൻ പറ്റില്ല. ചിലതിൽ ഈ പ്ലേ തെറാപ്പിയിൽ ഇങ്ങനെ പറയും നമ്മൾ സെലക്ട് ചെയ്യുന്ന അനിമൽസ് എങ്ങനത്തെ കൈൻഡ് ഓഫ് അനിമൽസ് ആണെന്നൊക്കെ നോക്കണം എന്ന്. പക്ഷെ വേറെയും ഫാക്ടേഴ്സ് ഉള്ളതുകൊണ്ടേ നമ്മൾ കുട്ടിയുടെ അടുത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് ചോദിച്ച് മനസ്സിലാക്കേണ്ടി വരും. എന്തുകൊണ്ടാണ് ആ കുട്ടിക്ക് ഡൈനോസറിനെ മാത്രം ഇഷ്ടം വരുന്നേന്നുള്ള കാര്യേ. കുട്ടി സംസാരം വല്ലാണ്ട് ക്ലിയർ ആയിട്ടില്ല. പക്ഷെ എത്ര വയസ്സാണ്? എന്നാലും 4 വയസ്സായി. ഓക്കെ, ആ ഒരു ഒറ്റ ടോയ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ അല്ലേ? ആ ഒറ്റ ടോയ് യൂസ് ചെയ്യുള്ളൂ. അതിങ്ങനെ ഇങ്ങനെ വരിയായിട്ട് വയ്ക്കും, വലുതും ചെറുതും ഒക്കെ ആയിട്ട്. അത് എവിടെ പോവുകയാണെങ്കിലും കയ്യിൽ ആ സാധനം ഉണ്ടാവും. അതിന്റെ വലിയ ഇതുണ്ടാവും. പിന്നെ പാട്ട് പാടുന്ന സൗണ്ട് ഉണ്ടാക്കുന്ന അതിന്റെ ചെറുത് വലുത്. പക്ഷെ ഒന്ന് എന്തായാലും കയ്യിൽ കൊണ്ടു നടക്കും. വേറെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ? വേറെ ഇഷ്യൂസ് ഒന്നും നോട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയക്കട്ടാ. ഒന്നും കൂടെ എനിക്കൊന്ന് ക്ലിയർ ചെയ്ത് തരാനുണ്ട് കേട്ടോ. അയക്കണേ. ഓക്കെ. ഓക്കെ. അല്ല മാം, ഒരു ഡൗട്ട് ഉണ്ടായിരുന്നേ. ആ ഈ പ്ലേ തെറാപ്പി ഏതൊക്കെ കേസസിലാണ് നമ്മൾ അപ്ലിക്കബിൾ ആവുക? ഇപ്പോൾ ബിലോ ഐക്യു ഉള്ള കുട്ടികളിലൊന്നും ഇത് ആപ്ലിക്കബിൾ ആണോ? ബിലോ ഐക്യുള്ള കുട്ടികളിൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത് ഇതുപോലത്തെ ഇമോഷൻസിനെക്കാളും നമ്മളിപ്പോ ഡെയിലി ലിവിങ്ങിന് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കൂലേ, അതിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്ന് വെച്ചാൽ പ്ലേ തെറാപ്പി കൂടുതലും ആങ്സൈറ്റി അങ്ങനത്തെ ബേസിസിലാണ് ഉപയോഗിക്കുന്നെങ്കിൽ പോലും ഇപ്പൊ ഈ തന്നെ ഡ്രസ്സ് ഉടുക്കാനായിട്ട് അങ്ങനത്തെ കാര്യങ്ങളില്ലേ, അതൊക്കെ നമുക്ക് ഈ ടോയ്സ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. സെക്സ് എഡ്യൂക്കേഷൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ഒരു കുട്ടീന്റെ ഒരു കേസ് വന്നിരുന്നത്, ആൾക്ക് ഐക്യ കുറവാണ്, മൈൽഡ് ഓട്ടിസവും ഉണ്ട്. അപ്പൊ ആ കുട്ടി നടന്നു വരുന്ന പെൺകുട്ടിയുടെ ബോഡിയിൽ ടച്ച് ചെയ്തിട്ട് അത് കുറച്ച് പ്രശ്നമായി. ഓക്കെ, അപ്പൊ ആൾക്ക് അറൗണ്ട്
10-11 വയസ്സുണ്ടാവും. അപ്പൊ അതിന് നമ്മൾ ചെയ്തതെന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോയ് മേടിച്ചിട്ട് ഒരു ഗേൾ പാവേന മേടിച്ചിട്ട് അതിലിങ്ങനെ പ്രൈവറ്റ് പാർട്സ് പഠിപ്പിച്ചു കൊടുക്കുക, എവിടെ ടച്ച് ചെയ്യാൻ പാടില്ലാത്ത, ഗുഡ് ടച്ച് ബാഡ് ടച്ച്, അങ്ങനെ ടോയ്സ് വെച്ചിട്ട് ചെയ്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുത്തത്. പിന്നെ അത് ക്ലിയർ ചെയ്ത് പോയി. അത്രയും നാൾ ഉണ്ടായിരുന്നത് പിന്നെ ആൾക്കത് ഉണ്ടായിട്ടില്ല, അത് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും. അപ്പൊ അങ്ങനെയൊക്കെ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഈ ADHDയുടെ കേസിലൊക്കെ ആണെങ്കിലോ? ADHD ആണെങ്കിൽ നമ്മൾ കൂടുതൽ ഇപ്പൊ പ്ലേ തെറാപ്പി എന്ന് പറയുമ്പോഴേക്കും ഈ ഡിസ്ട്രക്റ്റീവ് പ്ലേ എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡ് ഉണ്ട്. അതിൽ കൂടുതൽ ഇങ്ങനെ ചാടുക, നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു സാധനത്തിലേക്ക് ചാടുക, ഒരു സാധനം എന്താ പറയാ ബ്രേക്ക് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളുണ്ട്. അതൊക്കെ ADHDക്ക് യൂസ്ഫുൾ ആയിരിക്കും. പക്ഷെ അതിന്റെ ഉള്ളിലും നമ്മൾ പ്രോപ്പർ തീം പറഞ്ഞിട്ടായിരിക്കും കേട്ടോ ചെയ്യിപ്പിക്കുക. അങ്ങനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ള ഒരു ഇതിലേക്കല്ല നമ്മൾ വിടുക, ആ ഒരു എനർജി റിലീസിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാം. മാം, ഈ ചില കുട്ടികളുടെ അല്ലേ എന്ത് സാധനം കൊടുത്താലും സംഭവം ഇങ്ങനെ എന്ത് സാധനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ, അതായത് പെന്ന്, പെൻസിൽസ്, ക്രയോൺസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും ക്രയോൺസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ പൊടിച്ച് അല്ലെങ്കിൽ കട്ടറിന്റെ അകത്ത് വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി അല്ലെങ്കിൽ വെള്ളത്തിൽ കലക്കി ഇങ്ങനെ കുറെ, അതായത് കൊടുക്കുന്ന സാധനം അന്നത്തെ ഒരു ദിവസമേ കാണുള്ളൂ, പിന്നെ ആ സാധനം ഉണ്ടാവില്ല. അങ്ങനെയുള്ളത് ഇത് നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുമോ? അതൊക്കെ ക്ലിയർ ആക്കാൻ പറ്റും. അത് ആ കുട്ടിയുടെ ഒരു ഡീറ്റെയിൽ നമുക്ക് കിട്ടിക്കഴിഞ്ഞാല് ആ ബിഹേവിയർ ഇല്ലേ, അതിനെ നമ്മൾ വേറൊരു ഇതിലേക്ക് ഡയറക്റ്റ് ചെയ്ത് വിടും. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ച് കുറവ് കിട്ടും ആ രീതിയിൽ. ഓക്കെ ഓക്കെ. നമുക്ക് ശരിക്കും ഡീറ്റെയിൽ ഹലോ കിട്ടണേ, എന്നാലേ നമുക്ക് കംപ്ലീറ്റ് പറയാൻ പറ്റുള്ളൂ. എന്തോ പറഞ്ഞോ? ഹായ് മാം. ആയി. മാം, ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. ഞാൻ എൻ്റെ മോളെ ഒരു കാര്യം പറയാനായിരുന്നേ. എൻ്റെ ആ മോൾക്ക് 4 വയസ്സായി. ആള് ഉം, ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പോ ആ ഒരുപാട് ടോയ്സ് ഉണ്ട്. അപ്പൊ ആള് ടോയ്സ് എടുത്ത് കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അവള് എണീറ്റിട്ട് റൂമിൽ നിന്ന് എല്ലാ ടോയ്സും എടുത്തു കൊടുത്തിട്ട് ഹാളിൽ ഇങ്ങനെ നിരനിരയായിട്ട് വെക്കും. അതാണ് കളി. ആ അത് ഉം, ഭയങ്കര സൂക്ഷിച്ചാണ് വെക്കുക. അത് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പാടില്ല. നമ്മൾ നടക്കുന്ന വഴിയിലൊക്കെ ആൾക്ക് അത് വെച്ച് ഇങ്ങനെ പോകും. അപ്പൊ നമ്മളെ കാലൊന്ന് തട്ടി അതൊന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ ആ ഒരു ഓർഡറാണ്. അത് അതുപോലെ ഉം, വെക്കണം. എന്നിട്ട് ഉം, വേറെ സ്ഥലത്ത് പോയിരുന്നിട്ട് കളിക്കും. അതുപോലെ ഇതായിട്ട് കളിക്കൊന്നുമില്ല. ഇതായിട്ട് അവിടെ വെച്ചിട്ട് വേറെ ക്രയോൺ ആയിട്ട് കളർ ചെയ്യാനോ എന്തെങ്കിലും. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കും, ഇതാരെങ്കിലും മാറ്റിയിട്ടുണ്ടോ, ഇത് ഞാൻ വെച്ച പോലെ ഉം, തന്നെയാണോ, ഇതിൽ എന്തെങ്കിലും മിസ്സിംഗ് ആയിട്ടുണ്ടോ, എന്നിട്ട് നമ്മളടുത്ത് വന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യും. അത് അതിൽ കൂടെ പോയപ്പോ എന്തിനാ അങ്ങനെ ആക്കിയത്, ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യും. ഉം, പിന്നെ നമ്മൾ പറയും മോളെ ഇത് എടുത്ത് മാറ്റി, നല്ല സ്നേഹത്തിലൊക്കെ പറഞ്ഞാ അതൊക്കെ കൊടുന്ന് അതേപോലെ ഈ റൂമിലും ഇങ്ങനെ അട്ടിക്കട്ടിക്ക് ഇങ്ങനെ നിരനിരയായിട്ട് നമ്മളൊരു എന്താ പറയാ പൂരത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടോയ് ഷോപ്പ് ഉം, കാണില്ലേ, ഉം, അതുപോലെയാണ് ഇങ്ങനെ നിരനിരയായിട്ട്. അതിങ്ങനെ ആ പാവ ഇങ്ങനെ കെടുക്കാനൊന്നും പാടില്ല, അതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിക്കണം. ആ ബോൾ ഇങ്ങനെ ഉം, നീങ്ങാൻ പാടില്ല. അതിങ്ങനെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. പക്ഷെ ഡെയിലി ഇതിങ്ങനെ ചെയ്യുമ്പോ ഓൾറെഡി ആള് ഹൈപ്പർ ആക്റ്റീവ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കും ഉം, കുറച്ചേരം ഇതിങ്ങനെ ഒതുങ്ങി ക്ഷമയോട് കൂടിയിട്ട് ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. ആള് ബ്രഷ് ചെയ്ത് ഉം, കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ ചെയ്യുന്ന ഡ്യൂട്ടി ഇതാണ്. അപ്പം ഓക്കെ. ഇത് ഇത് ഇങ്ങനെ അതായത് ഇത് ഡെയിലി ഇങ്ങനെ ചെയ്യുമ്പോ എനിക്ക് എന്തോ ഒരു ടെൻഷൻ. അപ്പൊ നമ്മൾ അതിൽ നിന്ന് മാറ്റണോ, വേറെ എന്തെങ്കിലും. ഞാനിങ്ങനെ കളിക്കാം, ഞാനും കൂടി ഇരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് ചെറിയൊരു കുട്ടിയുള്ളതുകൊണ്ട് എനിക്ക് അധികം സമയം അവളെ കൂടെ എനിക്ക് ചെലവഴിക്കാൻ ഇപ്പൊ പറ്റാറില്ല. അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നു. മറ്റേ ഞാൻ അവളും കൂടി ഒരുമിച്ചിരുന്ന് കളിയും അതിങ്ങനെ ഓരോന്ന് ബിൽഡ് ചെയ്യല്, പസിൽസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. കാരണം അതിങ്ങനെ ഇടയ്ക്ക് ഒതുക്കി വെക്കണതാണല്ലോ. വേറെ അപ്പൊ കുട്ടികളുടെ കൂടെ കളിക്കാനൊക്കെയാ? വേറെ ആള് നല്ല കുറുമ്പിയാണ്. നല്ല ഇഷ്ടമാണ് ഉം, എല്ലാരായിട്ട് കളിക്കാന്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പക്ഷെ ഉം, കുറച്ച് വികൃതി കാട്ടണോണ്ട് പേരൻസ് അങ്ങനെ ആരും അത്ര ഉം, ഉം. എൻകറേജ് ആ ചെയ്യിപ്പിക്കാറില്ല. കാരണം ഓക്കെ. ഇവളാണെങ്കിലും നല്ല പുഷ് ചെയ്യുകയൊക്കെ ചെയ്യും. ഞാനിവിടെ UAE-ലാണ് ഉള്ളത്. അപ്പം ആ ആ ആ നമ്മളിവിടെ ഫ്ലാറ്റിലൊക്കെ ആയതുകൊണ്ട് പിള്ളേര് എല്ലാരും വഴി കൂടെ പോണവരൊക്കെ ഇവിടെ ജനാല തുറന്നിട്ട് വായോ കളിക്കാൻ ടോയ് ഒക്കെ പുറത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് അവരെ അട്രാക്ട് ചെയ്തിട്ട് അകത്തേക്ക് കൊണ്ടിരിക്കും. അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. എന്നിട്ട് അവരായിട്ട് ഓക്കെ. കളിക്കാൻ വേണ്ടിയാണ്. പക്ഷെ കുറച്ചുണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് എന്റെയാണ്, പൊയ്ക്കോ, ഗോ ഫ്രം ഹിയർ എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് ആക്കിയിട്ട് വാതിലടക്കും.
അത് ഓക്കെ. പെട്ടെന്നാണ് അങ്ങോട്ട് മുഖം മാറുക. അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഇതിനിപ്പോ നമ്മള് നാട്ടിൽ വന്നിട്ട് ഒരു ഡോക്ടറിനെ കാണിക്കണം എന്നൊക്കെ വെച്ചിരിക്കുകയാണ്. അത് കാര്യം നമ്മള് ചെറിയതും കൂടി ഒബ്സർവ് ആയതുകൊണ്ട് അവന് ടോയ് ഒന്നും ഷെയർ ചെയ്യില്ല. അവന്റെ ടോയും ചിലപ്പോ എടുത്തു വെച്ചിട്ട് ഇത് എന്റെ ടോയ് ആണ്. ടോയ് ആരും തൊടാൻ പാടില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ചെറുതിനെ കുറച്ച് ഉപദ്രവം അങ്ങനെയൊക്കെ കാണിച്ചു തുടങ്ങുന്നുണ്ട്. അപ്പൊ ഒരു ടെൻഷനാണ് ഇപ്പൊ. ഓക്കെ. ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് എനിക്കൊന്ന് മെസ്സേജ്, കാരണം ഇത് ആ റെക്കോർഡല്ലേ, അപ്പൊ ഒന്ന് മെസ്സേജ് ഓക്കെ ഓക്കെ. അയക്കിട്ടാ, ഞാനത് പറഞ്ഞുതരാം. നമുക്ക് കുറച്ച് ഒബ്സർവേഷൻ ഓ കിട്ടണം അതില്, അതൊന്ന് ആ നോക്കാനുണ്ട് കേട്ടോ. ആ ശരി 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 ഡോക്ടർ. ഓക്കെ. അപ്പൊ നിങ്ങളെ ഡൗട്ട്സ് എനിക്കൊന്ന് മെസ്സേജ് ആയിട്ട് അയക്കിട്ടാ. ഓക്കെ. പിന്നെ ഞാനപ്പോ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഓൾ. ഗുഡ് നൈറ്റ്. ഇതിന്റെ PDF ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. ഓക്കെ മാം. ഓക്കെ. ഓക്കെ ഓക്കെ മാം, ഓക്കെ താങ്ക് മാം, യു. വളരെ മാമിന്റെ വളരെ നമ്പർ നന്നായിരുന്നു. എങ്ങനെ കിട്ടും? ഞാൻ കുറെ ചാറ്റിലിടാം, ഒന്ന് നോക്കിക്കോട്ടാ നമ്പർ. ഓക്കെ. താങ്ക് യു മാം, ക്ലാസ് വളരെ മാം പ്രൊഡക്റ്റീവ് ആയിരുന്നു. ഏത് താങ്ക് ഗ്രൂപ്പാണ് യു. മാം? ഇതിന്റെ ഗ്രൂപ്പിലേക്കാണോ എന്തോ? മാം ഇടുന്നത് നോട്ട്? നോട്ട് ഗ്രൂപ്പില് സൈസോൺ ഗ്രൂപ്പ് ഇല്ലേ, അതിലിടൂട്ടാ. ആ ഓക്കെ 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 മാം. നമ്പർ കിട്ടിയാ? ഞാൻ ചാറ്റിൽ ഇട്ടിട്ടുണ്ടേ. ഓക്കെ. താങ്ക് യു ഓക്കെ. മാം. ഓക്കെ മാം, ഓക്കെ. താങ്ക് യു മാം. നല്ല ക്ലാസ് താങ്ക് യു. ആയിരുന്നു. ഗുഡ് നൈറ്റ്. താങ്ക് യു സോ ഓക്കെ മച്ച്. മാം, താങ്ക് യു. താങ്ക് യു.